ഓക്കെ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യാം അല്ലേ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ നോട്ട്സുകൾ ഞാൻ ഇന്നാണ് വിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ പതുക്കെ നോക്കിയാൽ മതി. ആ ഒരു സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം നോട്ട്സുകളൊക്കെ നോക്കിയാൽ മതി. നമ്മൾ ഒരിക്കൽ പഠിച്ച കാര്യങ്ങൾ പല പല ടേംസുകൾ നമ്മൾ പുതിയത് പഠിച്ചുല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ വീണ്ടും അതൊന്നുകൂടി ഓടിച്ച് റിവൈസ് ചെയ്തിട്ട് പുതിയ ടോപ്പിക്സുകളിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ SMC കോൺസെപ്റ്റ്സുകളുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സാണ് നമ്മൾ കണ്ടത് അല്ലേ. അതിൽ കുറച്ചാണ് നമ്മൾ കണ്ടത് അല്ലേ. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ, ഇപ്പോൾ ഇതിൽ കൃത്യമായിട്ട് ഓർഡറൊന്നുമില്ല, എവിടെ നിന്ന് തുടങ്ങണം അല്ലെങ്കിൽ എവിടെ അവസാനിക്കണം, ആദ്യം FEG പിന്നെ ഓർഡർ ബ്ലോക്ക് അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഒരെണ്ണം അതിൽ ചൂസ് ചെയ്തു മാത്രം. ഇപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരെണ്ണമാണ് FEG അല്ലേ. FEG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് നല്ല സ്പീഡിൽ മൂവ് ചെയ്യുന്ന ടൈമിൽ ഉണ്ടാവുന്നതാണ് ഇംബാലൻസ്. ഇപ്പോൾ ബേസിക്കലി ഇംബാലൻസ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഇൻഎഫിഷ്യൻസി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ സാധാരണ നിലയ്ക്ക് പ്രൈസ് മുകളിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ഓരോ പ്രൈസ് ലെവൽസും ഫുള്ളായിട്ട് പല പ്രാവശ്യം തട്ടി ഫില്ല് ചെയ്തിട്ടാണ് പോവുക. അപ്പോൾ ഇതിനെയാണ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത്. അതിന് ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് പ്രൈസ് കുറച്ച് ഇങ്ങനെ പോയി എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രൈസ് ആക്ഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ പെട്ടെന്ന് വളരെ വലിയൊരു മൂവ്. അപ്പോൾ ഇതിന് വേണമെങ്കിൽ നമുക്ക് ഡിസ്പ്ലേസ്മെൻ്റ് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഒരു ഇമ്പൾസീവ് മൂവ് എന്നൊക്കെയാണ് ഇതിനെ പറയാം. ഡിസ്പ്ലേസ്മെൻറ്റ് പല ആൾക്കാരും പല പല പേരുകളാണ് പറയാം. അപ്പോൾ അതിന് ശേഷം വീണ്ടും എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രൈസ് ആക്ഷൻ കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഉണ്ടാവുന്ന ഈ ഗ്യാപ്പാണ് ഇംബാലൻസ്. അതായത് ഇവിടെ ഓൺലി ബൈ ഓർഡേഴ്സ് മാത്രമേ ഇത്ര നേരത്തേക്ക് ഉണ്ടായുള്ളൂ, സെൽ ഓർഡേഴ്സ് വളരെ റയറായിട്ട് ഉണ്ടായുള്ളൂ. അപ്പോൾ ഇതിനെ നമുക്ക് സെല്ലേഴ്സ് ഇൻഎഫിഷ്യൻസി എന്ന് പറയാം, അല്ലെങ്കിൽ ബയേഴ്സ് എഫിഷ്യൻസി എന്ന് പറയാം. അപ്പോൾ സെല്ലേഴ്സിൻ്റെ ഇൻഎഫിഷ്യൻസി, സെല്ലേഴ്സിന് മേടിക്കാൻ ബയേഴ്സ് അവസരം കൊടുത്തില്ല. അപ്പോൾ അതാണ് നമ്മൾ ഫെയർ വാല്യൂ ഗ്യാപ്പായിട്ട് നമ്മൾ ചാർട്ടിൽ കാണുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ തിയറി പഠിച്ചു. പ്രാക്ടിക്കലി ഇപ്പോൾ നമ്മളൊരു റാൻഡമായിട്ട് ഏതെങ്കിലും ഒരു കറൻസി പെയർ എടുത്തിട്ട് നമുക്ക് നോക്കാം ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഏറ്റവും അടുത്തുണ്ടായ GBP JPY GJ എന്ന് പറയുന്ന പെയർ, അതിൽ ഏറ്റവും അടുത്തുണ്ടായ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഏതാണ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഫസ്റ്റ് ക്യാൻഡലിൻ്റെ ലോയും തേർഡ് ക്യാൻഡലിൻ്റെ ഹൈയും അതിനിടയ്ക്കുള്ള ഗ്യാപ്പ് അല്ലേ. അപ്പോൾ ഇതാണ് ഏറ്റവും അവസാനം ഉണ്ടായ ഫെയർ വാല്യൂ ഗ്യാപ്പ്. അപ്പോൾ ഇതിനെ നമുക്ക് ബെയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയാം. ഇനി ഏറ്റവും അവസാനം ഉണ്ടായ ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് എവിടെയാണ്? ഇവിടെയൊന്നും ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായിട്ടില്ല. ഒരുപാട് ബുള്ളിഷ് ക്യാൻഡിൽസ് ഉണ്ട് അല്ലേ, പക്ഷേ ഇവിടെയൊന്നും ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായിട്ടില്ല. ഇവിടെ ഒരു ചെറുതുണ്ട്. അപ്പോൾ നമുക്ക് വലിയൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്ലിയർ ആയിട്ട് കാണാവുന്ന ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എവിടെയാണ്? വർക്ക് ചെയ്തതായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എവിടെയാണ്? ഫസ്റ്റ് ക്യാൻഡിലിനെയും തേർഡ് ക്യാൻഡിലിനെയും നടുക്കുള്ള ആ ഒരു സ്പേസ് അല്ലേ. അപ്പോൾ ഇത് എപ്പോഴും ഇങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. ഞാൻ ജസ്റ്റ് വർക്ക് ചെയ്തേക്കാൾ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കാണിച്ചു തന്നു മാത്രം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ ടൈം ഫ്രെയിംസുകളിൽ പോയിട്ടാണ് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുക. അപ്പോൾ മാർക്കറ്റ് ഒരു എഫിഷ്യൻറ്റ് പ്രൈസ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം അല്ലേ. നമ്മൾ നേരത്തെ വരച്ച ആ ചിത്രം എഫിഷ്യൻറ്റ് പ്രൈസ് ആക്ഷനിൽ നിന്ന് ഫില്ല് ചെയ്ത് ഒരു ഇക്വിലിബ്രിയത്തിൽ നിന്നിരുന്ന അവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് ഡിസ്പ്ലേസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇക്വിലിബ്രിയത്തിലെത്തി. പക്ഷേ അപ്പം ഉണ്ടായ ഗ്യാപ്പാണ് ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്നത്. നമുക്കിവിടെ മൾട്ടിപ്പിൾ ഫെയർ വാല്യൂ ഗ്യാപ്സ് ഉണ്ട്. ഇതൊരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ്, ഇതും വലിയൊരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. അപ്പോൾ അതിൽ ഏറ്റവും ഡിസ്കൗണ്ട് ഫെയർ വാല്യൂ ഗ്യാപ്സ് ആണ് കൂടുതൽ സ്മാർട്ട് മണി ട്രേഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് ഉള്ള സ്ഥലം, അല്ലെങ്കിൽ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പഠിച്ചൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഓർഡർ ബ്ലോക്ക് അല്ലേ. ഓർഡർ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടാവുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ വളരെ ഇമ്പൾസീവായിട്ടൊരു മൂവ് ഉണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പുള്ള അവസാനം സംഭവിച്ച ബെയറിഷ് ക്യാൻഡിലാണ് ബുള്ളിഷ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്ക്. അതുപോലെ തന്നെ ബെയറിഷ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്ക് ആണെങ്കിൽ എപ്പോഴും ഒരു ബുള്ളിഷ് ക്യാൻഡിലായിരിക്കും. നമുക്ക് ചാർട്ടിൽ പോയിട്ട് എക്സാമ്പിൾ കാണാം. അപ്പോൾ ഇവിടെ നിന്ന് വലിയൊരു ഫോൾ ഉണ്ടായി GBP. നമുക്ക് ഓരോ പ്രാവശ്യം ഓരോ ചാർട്ടുകൾ എടുക്കാം. എല്ലാ ചാർട്ടിലും ഇതൊക്കെ തന്നെയാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ
നമുക്ക് നോക്കാം. ഇവിടെ വലിയൊരു ഫോള് ഇവിടെ നിന്ന് തിരിച്ച് വലിയൊരു ഫോൾ ഉണ്ടായി. അപ്പോൾ ഇവിടുത്തെ ഓർഡർ ബ്ലോക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബെയറിഷ് ഓർഡർ ബ്ലോക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അവസാനത്തെ ബുള്ളിഷ് ക്യാൻഡിലാണ് ഈ ക്യാൻഡിൽ, ഈ ഗ്രീൻ ക്യാൻഡിൽ. ഈ ഗ്രീൻ ക്യാൻഡിലാണ് ബെയറിഷ് ഓർഡർ ബ്ലോക്ക്. ഇനി ഇവിടെ നോക്കാം. മാർക്കറ്റ് അങ്ങോട്ട് ഒരു മൂവ്മെൻ്റ് ഉണ്ടായി. അപ്പോൾ അതിന് മുമ്പുള്ള ഒരു ഓർഡർ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഓർഡർ ബ്ലോക്ക്. അപ്പോൾ ഇത് ബുള്ളിഷ് ഓർഡർ ബ്ലോക്കാണ്. നമുക്ക് ബൈ ചെയ്യാൻ സാധ്യതയുള്ള പറ്റുന്ന ഒരു ലെവലാണ് ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക്. അപ്പോൾ ഇത് എവിടെയൊക്കെയാണ് നോക്കുക, ഏതൊക്കെ ഓർഡർ ബ്ലോക്സുകൾ നോക്കിയിട്ട് എങ്ങനെയൊക്കെയാണ് ട്രേഡ് ചെയ്യണമെന്നൊക്കെ നമുക്ക് വളരെ വിശദമായിട്ട് കാണാം. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്, എന്തുകൊണ്ടാണ് ഓർഡർ ബ്ലോക്ക് വർക്ക് ചെയ്യണത്. അവിടെ ഒരു ബൾക്ക് ഓഫ് ഓർഡർ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഡിസ്പ്ലേസ് ചെയ്ത് മാർക്കറ്റ് മൂവ് ചെയ്യുമ്പോൾ ഒരുപാട് ഓർഡേഴ്സ് അൺഫിൽഡ് ആയിട്ട് കിടക്കണ്ടായിരിക്കും. അത് അവിടെ വരുമ്പോൾ വീണ്ടും ഫില്ലാവാനുള്ള സാധ്യതയുണ്ട്. അവിടെ നിന്ന് പ്രൈസിലൊരു റിപ്പൽഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇതുപോലെ ഇരിക്കും ഒരു ഓർഡർ ബ്ലോക്ക്. അപ്പോൾ ഓർഡർ ബ്ലോക്ക് ഉണ്ടാക്കുന്ന ആ ഇമ്പൾസീവ് മൂവ് അതിന് മുമ്പുള്ള സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തിരിക്കണം എന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ വക ഡീറ്റെയിൽസ് നമുക്ക് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഇനി ചേഞ്ച് ഓഫ് ക്യാരക്ടർ. ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ താഴ്ത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡ് നേരെ അപ്പ് ട്രെൻഡായിട്ട് കൺവേർട്ട് ചെയ്യണ ഒരു ടൈമാണ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ അല്ലേ. ഇപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത് നല്ലൊരു എക്സാമ്പിളാണ് അല്ലേ. ഓക്കെ, നല്ലൊരു എക്സാമ്പിളാണ് NST/USD. അപ്പോൾ NST/USDയിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ ക്ലിയർ ആയിട്ടുള്ളൊരു ഡൗൺ ട്രെൻഡാണ് അല്ലേ. മാർക്കറ്റ് ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, വീണ്ടും ഒരു ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ. ഇവിടെ വരെ മാർക്കറ്റ് കൃത്യമായിട്ടുള്ള ഡൗൺ ട്രെൻഡിങ് സ്ട്രക്ചർ ആയിരുന്നു. പക്ഷെ ഇവിടെയാണ് ആ സ്ട്രക്ചർ ചേഞ്ച് ചെയ്തത്. അപ്പോൾ ലോവർ ഹൈ ആയി വന്ന മാർക്കറ്റ് ആദ്യമായിട്ട് ഹയർ ഹൈ ഉണ്ടാക്കിയ ലെഗ് ഇവിടെയാണ്. അപ്പോൾ നമ്മൾ ഈ ക്യാരക്ടർ ചേഞ്ച് എന്നുള്ളത് മാർക്ക് ചെയ്യണത് ഇവിടെ ആയിരിക്കും. ഇതാണ് ബുള്ളിഷ് ക്യാരക്ടർ ചേഞ്ച്. ബുള്ളിഷ് ക്യാരക്ടർ ചേഞ്ച് നമ്മളൊരു ഗ്രീൻ കളറിലാണ് മാർക്ക് ചെയ്യുക അല്ലേ. അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ, അതായത് ചോച്ച്. ചോച്ച് എന്നാണ് അതിൻ്റെ ഓമന പേര്. അപ്പോൾ അത് പല ടൈം ഫ്രെയിംസുകളിൽ സംഭവിച്ചേക്കാം. ഫോർ എക്സാമ്പിൾ ഇതൊരു ബിഗ്ഗർ ടൈം ഫ്രെയിമാണ് ഞാൻ വരച്ചത്, ഒരു ബിഗ്ഗർ സ്കെൽട്ടൺ അല്ലേ. അപ്പോൾ ഇതിനെ ഒരു മേജർ സ്ട്രക്ചർ എന്ന് നമുക്ക് കാണാം. ഇനി ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇത് സംഭവിക്കുന്നുണ്ട്. ഈ ഒരു ടേണിങ് പോയിന്റ്സുകൾ വീണ്ടും വീണ്ടും സംഭവിക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ഉദാഹരണം കാണാം. ഇതാ, ഇപ്പോൾ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡ്, താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ട്രെൻഡ് ബുള്ളിഷായി എവിടെയാണ്. അപ്പോൾ അതിനൊരു മൈനർ സ്ട്രക്ചർ എന്ന് പറയാം. അതായത് ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ഇവിടെ ഹയർ ഹൈ ആണ്, റാൻഡമായിട്ട് അങ്ങനെ വന്നേക്കാം. ഒരു ലോവർ ലോ, ലോവർ ഹൈ, വീണ്ടും ഒരു ലോവർ ലോ. അപ്പോൾ അത് കഴിഞ്ഞ് ക്ലിയർ ആയിട്ട് ഈ വന്ന ലോവർ ലോകൾ ബ്രേക്ക് ചെയ്തത് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്കത് ബ്രേക്ക് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇത് ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്തിട്ടില്ല അല്ലേ. ഒരു ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് ഇതിന് മേലെ ക്ലോസ് ചെയ്തിട്ടില്ല, വീണ്ടും തിരിച്ച് താഴേക്ക് വരാണ് ഉണ്ടായത്. പിന്നെ വീണ്ടും കയറിയപ്പോഴും അതിലും താഴെയായി, പിന്നെ വീണ്ടും കയറിയപ്പോഴും അതിലും താഴെ അങ്ങനെ വന്നു. അത് കഴിഞ്ഞ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഉണ്ടാവുന്നത് ഇവിടെയാണ്. ഈ ഒരു മൂവ്മെൻറ്റ് ആണ് ക്യാരക്ടർ ചേഞ്ച് ചെയ്തത്. അപ്പോൾ അതിൽ ആ ക്യാരക്ടർ ചേഞ്ച് ചെയ്യുന്ന ഈ മൂവിനെയാണ് നമ്മൾ ഇമ്പൾസീവ് മൂവ് എന്ന് പറയുന്നത്. ഈ ഒരു മൂവ് ബുള്ളിഷ് ഇമ്പൾസീവ് മൂവ്. അപ്പോൾ അതിന് കാരണഭൂതമായ ആ ഏറ്റവും അവസാനത്തെ റെഡ് ക്യാൻഡിലാണ് ഓർഡർ ബ്ലോക്ക്. അപ്പോൾ ഇവിടെ ഇതാണ് ഓർഡർ ബ്ലോക്ക്. ആ ഓർഡർ ബ്ലോക്കിൽ പലപ്പോഴും നല്ലൊരു റിഫ്ലക്ഷൻ കണ്ടുവരാറുണ്ട്. അപ്പോൾ ഇത് 4 മണിക്കൂറിൻ്റെ ചാർട്ടാണ്. അപ്പോൾ ഈ 4 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതൊരു 15 മിനിറ്റിൽ 1 മിനിറ്റിലൊക്കെ പോയിട്ടാണ് നമ്മൾ ഇവിടെ നിന്നൊരു എൻട്രി എടുക്കുക. അപ്പോൾ ഏകദേശം ഇവിടേക്ക് എത്തുമ്പോഴേക്കും നമ്മൾ ഈ ഒരു സ്പേസിലൊക്കെ എത്തുമ്പോഴേക്കും നമ്മളത് ക്ലോസ് ചെയ്യും, അല്ലെങ്കിൽ ഈ ഒരു സ്പേസിലൊക്കെ എത്തുമ്പോഴേക്കും നമ്മളത് ക്ലോസ് ചെയ്യും. പിന്നെന്താണ് കണ്ടത്? ബുള്ളിഷ് ക്യാരക്ടർ ചേഞ്ച്, അതുപോലെ തന്നെ ബെയറിഷ് ക്യാരക്ടർ ചേഞ്ച്, നേരെ ഓപ്പോസിറ്റ്. ഹയർ ലോ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ് ആദ്യമായിട്ടൊരു
അപ്പോൾ ഇതിലൊരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഹയർ ലോ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ് ആദ്യമായിട്ട് ഒരു ലോവർ ലോ ഉണ്ടാക്കണം. ഈ റെഡൊക്കെ LL ലോവർ ലോ. അപ്പോൾ ഇവിടെയാണ് ക്യാരക്ടർ ചേഞ്ച് എന്ന് പറയുന്നത്. ഈ ഒരു പൊസിഷനിലാണ് ക്യാരക്ടർ ചേഞ്ച് ഉണ്ടായത്. അല്ലെങ്കിൽ നമുക്കൊന്നുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇവിടെ നിന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് ഈ ഒരു ക്യാൻഡിലാണ് ക്യാരക്ടർ ചേഞ്ച് ഉണ്ടാക്കിയത് അല്ലേ? ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുന്ന ക്യാൻഡിൽ. പിന്നെ നമ്മൾ പഠിച്ചത് OTE, ഒപ്റ്റിമൽ ട്രേഡിംഗ് എൻട്രി സോൺ. അതായത് നമ്മളൊരു ഇമ്പൾസീവ് മൂവ് ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ ഫിബൊനാച്ചി 61 78 സ്പേസാണ് OTE. ഡൗൺ ട്രെൻഡിലാണെങ്കിൽ അല്ലെങ്കിൽ എപ്പോഴും ഈ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ക്യാരക്ടർ ചേഞ്ചുമായി ബന്ധപ്പെട്ടിട്ടാണ് നമുക്ക് OTE വെച്ച് ട്രേഡ് ചെയ്യേണ്ട ഒരു പർപ്പസ് വരാം. അപ്പോൾ നമ്മൾ എപ്പോഴും ഇത് രണ്ടും ഇൻ്റർകണക്ട് ചെയ്ത് പഠിക്കാം. ഒരു ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചർ ഹയർ ഹൈ ഹയർ ലോ ഹയർ ഹൈ ഹയർ ലോ ഹയർ ഹൈ ആയിട്ട് പോയിക്കൊണ്ടിരിക്കവേ ആദ്യമായിട്ടൊരു ലോവർ ലോ ഉണ്ടാക്കി. അതാണ് ആ ക്യാരക്ടർ ചേഞ്ച് ഉണ്ടാക്കിയ ലെഗ്. അപ്പോൾ അതായത് ഈ ലെഗ്, ആ ലെഗാണ് നമ്മൾ അളക്കേണ്ടത്. അതിൻ്റെ മേൽപാതി അതാണ് പ്രീമിയം, അതിൻ്റെ സെൻറ്ററാണ് OTE. അതായത് ഇവിടം തുടങ്ങി ഇവിടം വരെയുള്ളതിൻ്റെ 61% മുതൽ 78% വരെയുള്ള സോൺ, അതാണ് OTE ലെവൽ. ഓക്കെ, അപ്പോൾ എല്ലായിടത്തും ഇത് അളക്കുന്നതിൽ പ്രസക്തിയില്ല. നമ്മളെപ്പോഴും ഒരു റിവേഴ്സൽ ട്രേഡിങ്ങിനാണ് കൂടുതലും ഒപ്റ്റിമൽ ട്രേഡിംഗ് സോൺ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് ഒരു ഹൈ ഡിമാൻഡ് ഉള്ളൊരു സോണിലേക്ക് മാർക്കറ്റ് ഇതുപോലെ നല്ലൊരു ബെയറിഷ് സ്ട്രക്ചറിൽ വന്നതിന് ശേഷം ആ മാർക്കറ്റ് ഒരു ഷിഫ്റ്റ് ഉണ്ടാക്കി അല്ലേ? അപ്പോൾ ഈ ഒരു ലൊക്കേഷന് അല്ലെങ്കിൽ ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ ഒപ്റ്റിമൽ ട്രേഡിംഗ് എൻട്രി സോൺ, എന്നോട് വയലറ്റായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്, ഒപ്റ്റിമൽ ട്രേഡിംഗ് എൻട്രി സോണിൻ്റെ ഒരു പ്രസക്തി അല്ലേ? അപ്പോൾ അത് ചുമ്മാ ഒരു സ്ഥലത്ത് നമ്മളിത് നോക്കണതിൽ അർത്ഥമില്ല. നല്ലൊരു ഡിമാൻഡ് സോണായിരിക്കണം. ആ സോണിൽ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് അല്ലെങ്കിൽ ക്യാരക്ടർ ചേഞ്ച് ആയതിനു ശേഷം പിന്നെ മാർക്കറ്റ് താഴേക്ക് വരുമ്പോഴാണ് നമ്മൾ ഇവിടെ നിന്ന് ട്രേഡ് എടുക്കാൻ നോക്കേണ്ടത്. ഏറ്റവും ബെസ്റ്റായിട്ട് ട്രേഡ് എടുക്കാൻ പറ്റിയൊരു സോണാണ് OTE. ഓക്കെ, ഇനി ലിക്വിഡിറ്റി സ്വീപ്പ് ഇത് നമ്മൾ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ? ഇവിടെ തുടങ്ങി നമ്മൾ കണ്ടിട്ടില്ലല്ലോ. എവിടേക്കാണ് ലിക്വിഡിറ്റി വരുന്നത്, റെസ്റ്റ് ചെയ്യുന്നത്, ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല. ഇവിടെ വരില്ല നമ്മൾ കവർ ചെയ്തത്. ഇതെല്ലാം കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളൊരു പിക്ചർ കണ്ടു. അപ്പോൾ നമ്മൾ ട്രേഡ് എടുക്കുന്നത് പലപ്പോഴും ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ചേഞ്ച് ആയതിന് ശേഷം അല്ലെങ്കിൽ ക്യാരക്ടർ ചേഞ്ച് ആയതിന് ശേഷം ആ ഇമ്പൾസീവ് മൂവിൻ്റെ ഒപ്റ്റിമൽ ട്രേഡിംഗ് എൻട്രി സോണിലാണ് നമ്മൾ ട്രേഡ് എടുക്കുക എന്നുള്ളത് വരെ നമ്മൾ കണ്ടു അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ക്വിക്കായിട്ടൊന്ന് റിവൈസ് ചെയ്തതാണ്. കാരണം കുറേ ടേംസുകളുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾ പഠിച്ചത് മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് റിവൈസ് ചെയ്തെന്നുള്ളൂ. അപ്പോൾ ഇനി നിന്ന് കുറച്ച് പുതിയ ടേംസുകൾ കൂടി പഠിക്കാം. അതിനുശേഷം നമ്മൾ പഠിച്ചതെല്ലാം വെച്ചിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടൊരു സ്ട്രാറ്റജി മോഡൽ ഇതിലേക്ക് കടക്കാം പതുക്കെ. അപ്പോൾ അത് ഈ ഒരു ദിവസം കൊണ്ട് തീരുമെന്നറിയില്ല. ഒരു സ്ട്രാറ്റജി മോഡലിലേക്ക് കടക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ട് അതിൻ്റെ ഒരു ഓവർവ്യൂ ഒക്കെ കണ്ടിട്ട് നമുക്കത് കുറച്ച് എക്സാമ്പിൾസുകളിലൂടെയൊക്കെ വരുമ്പോൾ കുറച്ച് സമയം എടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ഇതുവരെ പഠിപ്പിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കവർ ചെയ്ത കാര്യങ്ങളൊക്കെ ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ അതൊന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് അടുത്തൊരു സെക്ഷനിലേക്ക് കടക്കാം. ക്ലിയർ ആണോ? എന്താണ് നിങ്ങളുടെ സജഷൻ? യെസ്, നമുക്കൊരു ചെറിയൊരു ക്വിസ് നടത്തിയാലോ? ഓരോ ചെറിയ ടേംസുകൾ അത് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഭാഷയിൽ ബ്രീഫായിട്ട് ഒരു സെൻറ്റൻസിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കാം. ഒരു മലയാളം സെൻറ്റൻസിൽ ബ്രീഫായിട്ട് നിങ്ങൾക്ക് അറിയുന്ന പോലെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കാം. എങ്ങനെയാണ് നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഓർഡർ ബ്ലോക്ക്, എങ്ങനെ നമ്മളൊരു ഓർഡർ ബ്ലോക്ക് മനസ്സിലാക്കും? ഓർഡർ ബ്ലോക്ക് ഒരു വലിയ മൂവ്മെന്റിന് തൊട്ട് മുമ്പുള്ളൊരു ലാസ്റ്റ് ഉള്ളൊരു കുറച്ച് ക്യാൻഡിൽ, 2-3 ക്യാൻഡിൽ അതേ സ്ഥലത്തേക്ക് പിന്നീട് ബാക്കിയുള്ള അവിടെ പെൻഡിങ് ഓർഡർ ഉണ്ടാവും. ആ ഓർഡറിൽ സ്ഥലത്തേക്ക് പിന്നീട് രണ്ടാമത് പിന്നെയും വരുന്നു. അവിടുത്തെ പിന്നെയും സെയിം മൂവ്മെന്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഒന്നുകൂടെ പറയുമോ? ഞാനത് ക്ലിയർ ആയില്ല. ഞാൻ സാധാരണ എൻ്റെ സ്പീക്കറിലേക്കാണ് കണക്ട് ചെയ്യാറ്. ഇന്ന് ഹെഡ്ഫോണിലേക്കാണ് ഔട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്ര നേരം നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ഒന്നുകൂടെ പറയാമോ? ഒരു വലിയ മൂവ്മെന്റിന് തൊട്ട് മുമ്പുള്ള 2-3 ക്യാൻഡിൽ, ചെറിയ ക്യാൻഡിലുകൾ, ആ ക്യാൻഡിലുകളിൽ ആ ഏരിയയിലേക്ക് പിന്നീട് വീണ്ടും മാർക്കറ്റ് വരുമ്പോൾ ആദ്യം ഉണ്ടായ ആ വലിയ മൂവ്മെന്റ് പോലെ തന്നെ സെയിം ഒരു മൂവ്മെന്റ് പിന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്.
ആ ഒരു ഏരിയ പറയുന്നതാണ് പെർഫെക്റ്റ്. വലിയ ഓർഡർ ബ്ലോക്ക്. അതെ അതെ, ഒരു പക്ഷേ ആദ്യം ഉണ്ടായ പോലെ ഉണ്ടായില്ലെങ്കിലും അവിടെ കുറച്ച് ഓർഡേഴ്സ് പെൻഡിങ് ഉണ്ടെങ്കിൽ നമുക്കൊരു 1:2 ട്രേഡ് കിട്ടാവുന്ന തരത്തിലുള്ളൊരു ഓർഡേഴ്സ് അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അടിപൊളി, പെർഫെക്റ്റ്. ഇനിയിപ്പോൾ അടുത്തത് ഫെയർ വാല്യൂ ഗ്യാപ്പ്. മറ്റാർക്കെങ്കിലും ഒന്ന് പറയാമോ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് എങ്ങനെ പറയും? അല്ലെങ്കിൽ ഇംബാലൻസ് എന്നും പറയാം അല്ലേ? ഇംബാലൻസ് എന്നും അതിൻ്റെ ഒരു പര്യായമായിട്ട് പറയാം. ഒരു ഇമ്പൾസീവ് മൂവിന്റെ ആ ഇമ്പൾസീവ് മൂവ് വരുമ്പോൾ ഉണ്ടാകുന്ന ക്യാൻഡിൽസിന്റെ ഉം. ഇടയ്ക്ക് ട്രേഡിംഗ് നടക്കാത്ത പോർഷൻസിനെ നമ്മൾ ഒരു 3 ക്യാൻഡിലിന്റെ ഒരു ടൈം ഫ്രെയിം, ഒരു പാറ്റേൺ 3 ക്യാൻഡിലിന്റെ പാറ്റേണിൽ വെച്ചിട്ട് അതിൽ വരുന്ന സെൽ ഓർഡേഴ്സോ അല്ലെങ്കിൽ ബൈ ഓർഡേഴ്സോ വരുന്ന ആ ഗ്യാപ്പിനെ ഓക്കെ റെപ്രസെന്റ് ചെയ്തിട്ട് അവിടുന്ന് വീണ്ടും നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ്. ഏരിയ. ഓക്കെ, അടിപൊളി. അതെ. നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാം, ഒരു 1 2 3 ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ആയിട്ട് തന്നെ കാണണം. ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ഹൈയും തേർഡ് ക്യാൻഡിലിൻ്റെ ലോയും തമ്മിലുള്ള ഗ്യാപ്പ് എന്നും പറയാം. ദെൻ ക്യാരക്ടർ ചേഞ്ച്, അതല്ലെങ്കിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ അല്ലെങ്കിൽ ചോച്ച് എന്താണ്? മറ്റാർക്കെങ്കിലും ഒന്ന് പറയാമോ? ചോച്ച്. ആ പറഞ്ഞോ. ആരെങ്കിലും പറഞ്ഞോ? ലിബിൻ ഒന്ന് ട്രൈ ചെയ്യാമോ? ഫോർ എക്സാമ്പിൾ താഴത്തേക്ക് വന്ന മാർക്കറ്റ് ആ ഒരു സ്ഥലത്ത് എത്തുമ്പോ ആ ആ മേളിലേക്ക് ഒരു ഇമ്പൾസീവ് മൂവ് തന്നെയാണ്. അതിന്റെ ഒപ്പം ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കൂടി വരികയാണെങ്കിൽ അതെ, അത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ. ഓക്കെ ഓക്കെ ഓക്കെ, ഓൾമോസ്റ്റ് കറക്റ്റാണ്. അപ്പോൾ ചെറിയൊരു ക്ലാരിറ്റിയും കൂടി വരുത്താം. ഈ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും ക്യാരക്ടർ ചേഞ്ചും ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ അല്ല ക്യാരക്ടർ ചേഞ്ച്, പക്ഷെ വളരെ സിമിലറാണ്. അതായത് താഴത്തേക്ക് നമ്മൾ വരുമ്പോൾ ഓരോ ലോകളും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് പുതിയൊരു ലോ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ അല്ലെങ്കിൽ ബോസ് എന്ന് വിളിക്കുന്നത്, BOS. അപ്പോൾ ഇവിടെ ഇത് ബോസാണ്, ഇതും ബോസാണ്. ഇനി മാർക്കറ്റ് വീണ്ടും താഴത്തേക്ക് വന്നാൽ ഇതും ബോസാണ്. പക്ഷെ ക്യാരക്ടർ ചേഞ്ച് വരുന്നത് ഇങ്ങനെ വരുമ്പോഴാണ്. അപ്പോൾ ഇവിടെയാണ് ക്യാരക്ടർ ചേഞ്ച് കിടക്കുന്നത്, ചോക്ക്. അല്ല, ഇപ്പം എൻ്റെ പേര് കുറച്ച് വലുതാക്കിയിടാം. ഇനി വീണ്ടും മാർക്കറ്റിന് മുകളിലേക്ക് പോകാനാണ് സാധ്യത എന്ന് വിചാരിച്ചോ, അല്ല, ഇതിൻ്റെ ഒരു ലക്ഷണമാണ് ചോച്ച് വരുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് കയറുമ്പോൾ എന്താ, ഇതൊക്കെ എന്താണ്? ബോസാണ്, ബുള്ളിഷ് ബോസ്, അതായത് ബുള്ളിഷ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. നമുക്കൊരു സിയാൻ ലൈൻ കൊടുക്കാം. ക്ലിയർ അല്ലേ? അപ്പോൾ അതിന് ഒന്ന് വലുതാക്കി. ബോസും ചോച്ചും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ താഴത്തേക്ക് വരുമ്പോൾ ഇതെല്ലാം ബെയറിഷ് ബോസുകളാണ്, മുകളിലേക്ക് പോകുമ്പോൾ ഇതെല്ലാം ബുള്ളിഷ് ബോസുകളാണ്. അപ്പോൾ മാർക്കറ്റ് ബോസ് ഉണ്ടാക്കിയാൽ അതിൻ്റെ അർത്ഥം മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളതാണ് ബെയറിഷ്. ചോച്ച് ഉണ്ടാക്കിയാൽ മാർക്കറ്റ് റിവേഴ്സ് ചെയ്തു എന്നുള്ളതാണ്. പിന്നെ എന്താണ് ഒപ്റ്റിമൽ ട്രേഡിംഗ് എൻട്രി സോൺ, OTE? അയ്യോ, മൈക്രോഫോൺ ക്ലിയർ ആവണില്ല, ഒന്നുകൂടി പറയാമോ? ഫിബൊനാച്ചി റീട്രേസ്മെന്റ് നമ്മൾ 64 78ലേക്ക് നമ്മുടെ ഒരു എൻട്രി കിട്ടുന്ന ആ സ്ഥലത്തിന് ഒപ്റ്റിമൽ ട്രേഡിംഗ് സോൺ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് ഓരോ ബോസുകളിലും അത് നമുക്ക് സങ്കല്പിക്കാം. അതുപോലെ തന്നെ ഇത് ഏറ്റവും കൂടുതൽ പ്രസക്തമാവുന്നത് ഒരു ചോച്ചിന് ശേഷമാണ്. വളരെ യൂസ്ഫുള്ളാവുന്നത്, നമുക്ക് വലിയ റിസ്ക് റിവാർഡുള്ള ട്രേഡ് കിട്ടുന്നത് എപ്പോഴും അതൊരു ചോച്ചിന് ശേഷം വരുന്ന ഒപ്റ്റിമൽ ട്രേഡിംഗ് സോണിനാണ്. മാർക്കറ്റ് എവിടെ നിന്നാണോ വന്നത് അത്രയും കൂടുതൽ തിരിച്ച് റാലി ചെയ്യാനുള്ള സാധ്യതയുണ്ട്.
അപ്പോൾ ഓക്കെ അല്ലേ? അപ്പോൾ നല്ലൊരു ക്ലിയർ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത കുറച്ച് കോൺസെപ്റ്റ്സുകളോട് കണ്ടിട്ട് ഇത് രണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇനി ലിക്വിഡിറ്റി ഹണ്ട് അല്ലെങ്കിൽ ലിക്വിഡിറ്റി സ്വീപ്പ്. അതായത് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഈ ചാർട്ടിൽ എല്ലായിടത്തും നമ്മൾ കാണാൻ പഠിക്കണം എവിടെയൊക്കെയാണ് ലിക്വിഡിറ്റി. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഒറ്റ സെൻറ്റൻസിൽ പറയുകയാണെങ്കിൽ മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്റ്റോപ്പ് ലോസ് വെക്കാൻ സാധ്യതയുള്ള സ്ഥലത്താണ് ലിക്വിഡിറ്റീസ് ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ NST UST ഇവിടെ എവിടെയായിരിക്കും ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി ഉണ്ടാവുക? ഇവിടെ ആയിരിക്കും അല്ലേ? അടുത്തൊരു ചാർട്ട് ഇവിടെ എവിടെയായിരിക്കും ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി ഉണ്ടാവുക? അപ് ട്രെൻഡാണ്, ഇവിടെ ആയിരിക്കും. പിന്നെ ഇവിടെ ഈക്വൽ ലോസ് ഉണ്ട്, ഈക്വൽ ലോസിന് താഴെ. അപ്പോൾ ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നത് ട്രെൻഡ് അപ്പാണെങ്കിൽ പ്രീവിയസ് സ്വിംഗ് ലോടെ താഴെ, അല്ലെങ്കിൽ ഈക്വൽ ലോസിൻ്റെ താഴെ, അല്ലെങ്കിൽ ട്രെൻഡ് ലൈനിന് താഴെ. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതൊരു ട്രെൻഡ് ലൈനാണ് അല്ലേ? ഈ ട്രെൻഡ് ലൈനിൻ്റെ താഴെ. ഇപ്പോൾ സാധാരണ എല്ലാവരും ബൈ ചെയ്യാൻ സാധ്യതയുള്ള ഒരു സോണാണ് ട്രെൻഡ് ലൈൻ അല്ലേ? അതിന് താഴെയാണ്, ഇവിടെയാണ് ലിക്വിഡിറ്റി. ഇപ്പോൾ ലിക്വിഡിറ്റിയിലാണ് മാർക്കറ്റ് നിൽക്കുന്നതെന്ന് പറയാം. ഇവിടുന്ന് മേടിച്ചു, ഇവിടുന്ന് മേടിച്ചു, ഇവിടുന്ന് മേടിച്ചു. അപ്പോൾ പല ആൾക്കാരും ഇവിടുന്ന് മേടിച്ചിട്ടുണ്ടാവും. അതിൻ്റെ തൊട്ട് താഴെയാണ് ലിക്വിഡിറ്റി ഉള്ളത്. പ്രത്യേകിച്ച് മാർക്കറ്റ് ഒന്ന് അങ്ങോട്ട് പുഷ് ചെയ്ത് കയറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ താഴെയാണ് ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് 3 തരത്തിൽ കാണാം. ഒരു അപ് ട്രെൻഡിൽ ലിക്വിഡിറ്റി കിടക്കുന്നത് പ്രീവിയസ് ലോയുടെ താഴെ, അതുപോലെ ഈക്വൽ ലോസ് ഉണ്ടെങ്കിൽ, സിമിലർ ലോസ് ഉണ്ടെങ്കിൽ അതിന് താഴെ, അതുപോലെ ട്രെൻഡ് ലൈനിൻ്റെ താഴെ. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്നുള്ളൊരു ഡെമോൺസ്ട്രേഷൻ കാണാം. അപ്പോൾ എക്സാക്ട്ലി ഇതുപോലെ തന്നെ മൂവ് ചെയ്യണമെന്നില്ല, അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്നുള്ളത് കാണാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു സ്ട്രക്ചർ ഇപ്പോൾ പഠിച്ചു, ബുള്ളിഷ് സ്ട്രക്ചർ, ബെയറിഷ് സ്ട്രക്ചർ. അപ്പോൾ അതിനെ കുറച്ചുകൂടി ഇലാബറേറ്റ് ചെയ്തിട്ട് ഒരു ലെവൽ 2 എന്നുള്ള തരത്തിൽ നമുക്ക് ഒരു 2.0 എന്നുള്ള തരത്തിൽ കുറച്ചുകൂടി അണ്ടർസ്റ്റാൻഡിങ് ഒരു ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പോൾ സാധാരണ നിലയ്ക്ക് നമ്മൾ ഇതുവരെ പഠിച്ചത് ഒരു ബുള്ളിഷ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ ഇങ്ങനെ പോണ ഒരു മാർക്കറ്റാണ് ബുള്ളിഷ് സ്ട്രക്ചർ. പക്ഷേ ആക്ച്വലി മാർക്കറ്റ് റിയാലിറ്റിയിൽ ഇങ്ങനെയല്ലല്ലോ പോണത് അല്ലേ? മാർക്കറ്റ് പോണത് എപ്പോഴും ഹയർ ഹൈ, ഹയർ ലോ ആക്കിയിട്ടാവണമെന്നില്ല. അതിനിടയ്ക്ക് ഒരുപാട് ചീറ്റിങ്ങും ലിക്വിഡിറ്റി ഹണ്ടും ഇൻഡ്യൂസ്മെൻറ്റും ട്രാപ്പും ഇതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും പോവുക. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇംബാലൻസും ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും പോവുക. അപ്പോൾ റിയൽ മാർക്കറ്റിന് നമുക്കൊന്ന് വരയ്ക്കാൻ ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ എന്താണെന്നുള്ളത് കുറച്ചും കൂടി നല്ല അണ്ടർസ്റ്റാൻഡിങ് കിട്ടും, മാർക്കറ്റ് എങ്ങനെയാണ് ഫ്ലോ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവിടെ നിന്ന് ബൈ ചെയ്യണമെന്ന് വിചാരിച്ചോ, അവരൊരിക്കലും ബൾക്കായിട്ട് ബൈ ചെയ്യില്ല. പതുക്കെ അവർ സൈലൻ്റായിട്ട് അവരുടെ പൊസിഷൻസ് ആഡ് ചെയ്യും. അതിനുശേഷം ഒരുപാട് ആൾക്കാർ ബയേഴ്സിനെ അതിലേക്ക് അട്രാക്റ്റ് ചെയ്യും. ഈ ഒരു സ്റ്റേജിനെ വിളിക്കുന്ന പേരാണ് ഇൻഡ്യൂസ്മെൻറ്റ്. അതായത് മാർക്കറ്റ് മുകളിലേക്ക് പോവാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നു. അങ്ങനെ പല പ്രാവശ്യം ഇങ്ങനെ ഇൻഡ്യൂസ് ചെയ്തതിന് ശേഷം അവർ തിരിച്ചു വന്ന് അതിൻ്റെ താഴെയുള്ള ലിക്വിഡിറ്റി കളക്ട് ചെയ്തിട്ടാണ് ആക്ച്വലി മാർക്കറ്റ് മൂവ് ചെയ്യുക. അപ്പോൾ ഇതിനിടയ്ക്ക് മാർക്കറ്റ് വീണ്ടും ഒരു ഹയർ ലോ ഉണ്ടാക്കി, ഒരു ഹയർ ഹൈ ഉണ്ടാക്കി. ഈ ഒരു പൊസിഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി കിടക്കുന്നത് ഇവിടെയാണ്, പ്രീവിയസ് സ്വിംഗ് ലോ. അല്ലേ? അപ്പോൾ അതിനുശേഷം വീണ്ടും ആ ലിക്വിഡിറ്റി എടുക്കാൻ തിരിച്ചു വന്നിട്ട് ആ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം മാർക്കറ്റ് വീണ്ടും അടുത്തൊരു ഹയർ ഹൈ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ഇതാണ് ലിക്വിഡിറ്റി. ഇവിടെ നിന്ന് ആദ്യം ഉണ്ടാക്കി ഫേക്ക് മൂവാണ്, ഈ ഫേക്ക് മൂവാണ് ഇൻഡ്യൂസ്മെൻറ്റ്. ഇപ്പോൾ ലിക്വിഡിറ്റി സാധാരണ സ്മാർട്ട് മണി ട്രേഡേഴ്സ് ഒരു എക്സ് ആയിട്ടാണ് നോട്ട് ചെയ്യാറ്. ഇങ്ങനെ ഒരു എക്സ് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് നോട്ട് ചെയ്യാം. ഞാനത് ഡോളറായിട്ട് നോട്ട് ചെയ്തെന്ന് മാത്രം. ഇതാണ് ലിക്വിഡിറ്റി, അതായത് റീറ്റെയിലേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ്. അപ്പോൾ അതിന് ശേഷം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുണ്ടാവുന്ന ഒരു ഫേക്ക് ഹൈ, ഫേക്ക് ബ്രേക്ക് ഔട്ടാണ്. അപ്പോൾ ചിലപ്പോൾ ഇതുപോലെ മൾട്ടിപ്പിൾ ഹൈസ് ഒക്കെ ഉണ്ടായിരിക്കാം അല്ലേ? സാധാരണ ഇന്ത്യൻ ട്രേഡേഴ്സ് സ്റ്റോക്ക് മാർക്കറ്റിൽ വാങ്ങാൻ സാധ്യതയുള്ള സ്ഥലം, അതിനെയാണ് നമ്മൾ ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫേക്ക് ബ്രേക്ക് ഔട്ട് ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ ഇൻഡ്യൂസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇൻഡ്യൂസ്മെൻറ്റ്. അപ്പോൾ അതിൻ്റെ ഷോർട്ട് ഫോം IDM,
ഇതാണ് ഇൻഡ്യൂസ്മെൻറ്റ് മൂവ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും സാധാരണ ആൾക്കാർ സ്റ്റോപ്പ് ലോസ് വെക്കാൻ സാധ്യതയുള്ള സ്ഥലത്തിൻ്റെ താഴേക്ക് പെട്ടെന്ന് വരുന്നതിനെയാണ് നമ്മൾ ട്രാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് തന്നെയാണ് ഈ ലിക്വിഡിറ്റി സ്വീപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് പല പേരുകളുണ്ട്. ഏറ്റവും സിമ്പിൾ പേരാണ് ട്രാപ്പ്. ഓക്കെ, അപ്പോൾ അത് തന്നെയാണ് ഈ ലിക്വിഡിറ്റി സ്വീപ്പ്. അപ്പോൾ അതിന് ശേഷം വീണ്ടും എന്ത് ചെയ്യണു, മാർക്കറ്റ് താഴ്ത്തിക്ക് വരുന്നു, കുറച്ച് കൺസോൾഡേറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്താ ഉണ്ടാവണത്, ഈക്വൽ ലോ ഉണ്ടായി, ട്രിപ്പിൾ ബോട്ടം ബ്രേക്ക് ഔട്ട്. അപ്പോൾ കുറേ പേര് അവിടെ നിന്ന് ഇവിടുന്ന് വാങ്ങിച്ചു, ഇവിടുന്ന് വാങ്ങിച്ചു, ഇവിടുന്ന് വാങ്ങിച്ചു, ഇവരൊക്കെ സ്റ്റോപ്പ് ലോസ് അടിയിലുണ്ടാവും വീണ്ടും. അപ്പോൾ ഇതാണ് ഇൻഡ്യൂസ്മെൻറ്റ് മൂവ്. ഇൻഡ്യൂസ്മെൻറ്റ് മൂവ്. ദെൻ അഗെയിൻ മാർക്കറ്റ് അത് ട്രാപ്പ് ചെയ്യുന്നു. ട്രാപ്പ് ചെയ്തോളണമെന്നില്ല, ചിലപ്പോൾ നേരിട്ട് പോയേക്കാം. ട്രാപ്പ് ചെയ്തിട്ട് വീണ്ടും ആക്ച്വൽ ബുള്ളിഷ് മൂവ്മെൻറ്റ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ട്രാപ്പ് എന്ന് വിളിക്കുന്നത്. ഇവിടെയാണ് ലിക്വിഡിറ്റി എടുക്കുന്നത്, ഈക്വൽ ലോ ലിക്വിഡിറ്റി. അപ്പോൾ നമ്മളിതുവരെ പഠിച്ചത് മാർക്കറ്റ് ഒരു ഹയർ ഹൈ ഉണ്ടാക്കുമ്പോഴേക്കും അതൊരു BOS എന്നാണ് പഠിച്ചത്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നല്ല വാലിഡ് ആയിട്ടുള്ള ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയുന്നത് എപ്പോഴും ഈ ഒരു കോൺഫിഗറേഷന് ശേഷം ഉണ്ടാവുന്ന പുതിയൊരു ഹൈ ഉണ്ടാക്കുമ്പോൾ മാത്രമാണ് ഒരു വാലിഡ് ആയിട്ടുള്ള BOS ആവുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു BOS എന്ന് മാർക്ക് ചെയ്യാം. ഇവിടെ ഒരു ട്രാപ്പ് നടന്നിട്ടുണ്ട് അല്ലേ, ലിക്വിഡിറ്റി ജനറേറ്റ് ചെയ്തു, ഇൻഡ്യൂസ്മെൻറ്റ് കഴിഞ്ഞു, ട്രാപ്പ് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അതിന് ശേഷം ഈ ഒരു ഹൈ കട്ട് ചെയ്യണമെങ്കിൽ, ഈ ഒരു ഹൈ ആദ്യം ഉണ്ടാക്കിയ ഫേക്ക് ഹൈ കട്ട് ചെയ്യണമെങ്കിൽ അതിന് നമുക്കൊരു BOS എന്ന് പറയാം. ഓക്കെ, അതിന് നമുക്കൊരു BOS എന്ന് പറയാം. അപ്പോൾ ഏതൊക്കെ BOS അല്ല, ഈ കട്ട് ഒരു BOS അല്ല, അത് നമുക്കൊരു വയലറ്റ് കളറിൽ വിളിക്കാം. ഈ മുമ്പ് നമ്മൾ വിചാരിച്ചിരുന്ന ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഒരു നല്ല ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ അല്ല, അല്ലെങ്കിൽ ഒരു വാലിഡ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ അല്ല, നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ അല്ല. ഇതും ഒരു വാലിഡ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ അല്ല. ഓക്കെ, അപ്പോൾ എപ്പോഴും ഒരു ലിക്വിഡിറ്റി ജനറേഷൻ, ഇൻഡ്യൂസ്മെൻറ്റ്, ട്രാപ്പ്, ഇത് മൂന്നും കഴിഞ്ഞതിന് ശേഷം പുതിയൊരു ഹൈ ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് ആ റേഞ്ചിനെ ഫോക്കസ് ചെയ്യാൻ പറ്റുക. ഇവിടം തുടങ്ങി ഇവിടം വരെയുള്ള ആ റേഞ്ചിനെ ഫോക്കസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ആ റേഞ്ച് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം അല്ലേ. ഇതാണ് സാക്ഷാൽ ഇമ്പൾസീവ് മൂവ്. അത് കഴിഞ്ഞ് വീണ്ടും ഇതൊന്നും സാക്ഷാൽ ഇമ്പൾസീവ് മൂവ് അല്ല അല്ലേ. സാക്ഷാൽ ഇമ്പൾസീവ് മൂവ് എവിടെയാണ് വരുന്നത്, ലിക്വിഡിറ്റി ജനറേറ്റ് ചെയ്യുന്നു, ഇൻഡ്യൂസ്മെൻറ്റ് ചെയ്യുന്നു, ട്രാപ്പ് ചെയ്യുന്നു, അതിനുശേഷം പ്രീവിയസ് ഹൈ, ഈ ഒരു ഹൈ കട്ട് ചെയ്യുന്നതാണ് റിയൽ ഇമ്പൾസീവ് മൂവ്. നമ്മൾ സ്മാർട്ട് മണി ട്രേഡേഴ്സ് ഫോക്കസ് ചെയ്യുന്ന ഇമ്പൾസീവ് മൂവ്. ബാക്കിയെല്ലാം നമ്മൾ വിട്ടേക്കണം. ഇതൊന്നും റിയൽ ഇമ്പൾസീവ് മൂവ് അല്ല. കാരണം എന്താ, അതിനുശേഷം ഒരു നല്ല ലിക്വിഡിറ്റി സ്വീപ്പൊന്നും നടന്നിട്ടില്ല. ഇതൊരു റിയൽ ഇമ്പൾസീവ് മൂവ് അല്ല, ഇതൊരു റിയൽ ഇമ്പൾസീവ് മൂവ് അല്ല. നമുക്ക് വിശ്വസിച്ച് ട്രേഡ് എടുക്കാൻ ഈ ഒരു റേഞ്ചിനെ വിശ്വസിച്ച് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ട്രേഡ് എടുക്കുന്നത് നല്ലതല്ല. അതായത് ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ ഓർഡർ ബ്ലോക്കിൽ വരാണെങ്കിലോ, ഇവിടുത്തെ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ വരാണെങ്കിലോ, ഒപ്റ്റിമൽ ട്രേഡിംഗ് എൻട്രിയുടെ ഉള്ളിലുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പിൽ വരണമെങ്കിലൊന്നും ട്രേഡ് എടുക്കുന്നത് നല്ലതല്ല. നമുക്ക് ഓൺലി ട്രേഡ് എടുക്കാവുന്നത് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ്, അല്ലെങ്കിൽ അതിന് തൊട്ട് താഴെ കിടക്കുന്ന ഓർഡർ ബ്ലോക്ക്. ഓക്കെ, അതുപോലെ തന്നെ ഒറിജിനൽ സാക്ഷാൽ ഇമ്പൾസീവ് മൂവിൻ്റെ ഉള്ളിലുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പ്, അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച ഓർഡർ ബ്ലോക്ക്. ഇത്ര മനസ്സിലായോ ആ ഒരു ഉണ്ടായൊരു ലെവൽ 2ലേക്കുള്ളൊരു അഡ്വാൻസ്മെൻറ്റ്സ്. അതായത് മാർക്കറ്റ് നമ്മൾ ആദ്യം വളരെ സിമ്പിളായിട്ട് പഠിച്ചു. പ്രൈസ് ആക്ഷൻ ട്രേഡേഴ്സൊക്കെ അങ്ങനെയാണ് പഠിക്കാറ്. ഹയർ ഹൈ ഹയർ ലോ വന്നാലാണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. അതിൻ്റെ ഉള്ളിൽ നമുക്കൊരു ഡിസ്കൗണ്ടിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ വാങ്ങാം. അതായത് മുകളിലേക്ക് പോകുന്ന ട്രെൻഡിൽ എപ്പോൾ ഡിസ്കൗണ്ടിലേക്ക് വന്നാലും വാങ്ങാം എന്നുള്ളത് ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻട്രാഡേ ചെയ്യുമ്പോൾ വലിയ കുഴപ്പമില്ല. കാരണം അത് നാച്ചുറലായിട്ട് ഫ്ലോ ചെയ്യുന്നതാണ്. ബൈയിങ് സെല്ലിംഗ് പ്രഷർ, ഒരു ചന്തയിൽ വില മൂവ് ചെയ്യുന്ന പോലെ നാച്ചുറലായിട്ട് വില മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ചുളി വിലയ്ക്ക് വാങ്ങാമെന്നുള്ള ഒരു കോൺസെപ്റ്റ് കുഴപ്പമില്ല. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് ഫോറക്സ് എന്ന് പറയുന്നത്
എന്താണ് ഉടായ്പകളുടെ അല്ലെങ്കിൽ ട്രാപ്പുകളുടെ ലിക്വിഡിറ്റി സ്വീപ്പുകളുടെ ഏറും കളിയാണ്. അപ്പോൾ അതുപോലുള്ള സ്ഥലത്ത് നമ്മൾ എല്ലാ ഡിപ്സുകളും കിട്ടുമ്പോൾ വാങ്ങണത് സൂക്ഷിക്കണം. അതൊക്കെ ചതിക്കുഴികളായേക്കാം. അപ്പോൾ എപ്പോഴും നല്ല വാലിഡിറ്റി ഉള്ള ഒരു റേഞ്ചിനുള്ളിൽ ഡിസ്കൗണ്ടിൽ കിട്ടിയാൽ മാത്രമേ നമ്മൾ വാങ്ങാവൂ. അപ്പോൾ ഇവിടെയാണ് ഈ ഗ്രീൻ ഇമ്പൾസീവ് മൂവ്സുകളുടെ ഉള്ളിലാണ് നമ്മൾ കളിക്കാൻ പാടുള്ളൂ. അതിൻ്റെ ഉള്ളിലാണ് നമുക്ക് നല്ല ട്രേഡിങ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നത്. ഓക്കെ, ഇനി മാർക്കറ്റ് തിരിയാണ്. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം ഒരു ട്രാപ്പ് ഉണ്ടാക്കിയിട്ട് മാർക്കറ്റ് മുകളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ആ ഉണ്ടാവുന്ന ഇമ്പൾസീവ് മൂവിൻ്റെ താഴെയുള്ള ലോവിനെ പറയുന്ന പേരാണ് പ്രൊട്ടക്റ്റീവ് ലോ. ഈ ഒരു ലോ പ്രൊട്ടക്റ്റീവ് ലോ ആണ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ താഴേക്ക് മാർക്കറ്റ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. മാർക്കറ്റ് സാധാരണ നിലയ്ക്ക് ഈ ഒരു ലോവിനെ ഇനി ടാർഗറ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇവിടെ ഒരു പ്രൊട്ടക്റ്റീവ് ലോ വരച്ചാൽ അത് മിസ്റ്റേക്കാണ്. കാരണം ഇത് റിയൽ ഇമ്പൾസ് അല്ല. അതിൻ്റെ അടിയിലേക്ക് എപ്പോൾ വേണമെങ്കിലും മാർക്കറ്റ് വന്നിട്ട് മാർക്കറ്റ് പുതിയൊരു ഹൈ ഉണ്ടാക്കിയേക്കാം. അപ്പോൾ ഇതൊരു പ്രൊട്ടക്റ്റീവ് ലോ അല്ല, ഇതൊരു ഡേഞ്ചറസ് ലോ ആണ്. എപ്പോൾ വേണമെങ്കിലും നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചു പോയേക്കാം. ഇനി ഇതിൻ്റെ താഴത്തേക്ക് മാർക്കറ്റ് വരാത്തോടത്തോളം ഇതിലും നമ്മൾ ട്രേഡ് ചെയ്യരുത്. ഇതൊരു ഡേഞ്ചറസ് ലോ ആണ്. ഇതാണ് നമ്മുടെ പ്രൊട്ടക്റ്റീവ് ലോ. പ്രൊട്ടക്റ്റീവ് ലോ വന്നാൽ അതിൻ്റെ ഡിസ്കൗണ്ട് പ്രൈസിൽ നമുക്ക് എന്ത് കളിയും കളിക്കാം. കാരണം അതിൻ്റെ താഴത്തേക്ക് മാർക്കറ്റ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അതിൻ്റെ താഴത്തേക്ക് മാർക്കറ്റ് വരുന്നത് എപ്പോഴാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ വീണ്ടും ഒരു പ്രൊട്ടക്റ്റീവ് ലോ ഉണ്ടാക്കി വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് പോയി, അത് കഴിഞ്ഞ് തിരിച്ച് താഴേക്ക് വന്നു, വീണ്ടും മുകളിലേക്ക് പോകുമ്പോൾ ഇതൊരു ഡേഞ്ചറസ് ലോ ആണ്. അത് കഴിഞ്ഞ് വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് പോയി ഈക്വൽ ലോസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇതൊരു ഡേഞ്ചറസ് ലോ തന്നെയാണ്, കണ്ടിന്യൂ ചെയ്യാണ്. പിന്നെ ഒരു പ്രൊട്ടക്റ്റീവ് ലോ കിട്ടുന്നത് അതിൻ്റെ ലിക്വിഡിറ്റിയൊക്കെ സ്വീപ്പ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇതൊരു ഡേഞ്ചറസ് ലോ ആണ് അല്ലേ. അപ്പോൾ ഇതൊക്കെ ഇനി സ്വീപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് സ്വീപ്പ് ചെയ്തു വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് പുതിയൊരു ഹൈ ഉണ്ടാക്കുമ്പോഴാണ് നമുക്കിവിടെ ഒരു പ്രൊട്ടക്റ്റീവ് ലോ കിട്ടുന്നത്. അപ്പോൾ എന്തുണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊട്ടക്റ്റീവ് ലോ ഇങ്ങോട്ട് മാറണം. ഓക്കെ, അപ്പോൾ അതിന് മുമ്പുണ്ടായിരുന്ന ആ പ്രൊട്ടക്റ്റീവ് ലോ പ്രത്യേകിച്ച് ഒരു മീനിങ് ഉണ്ടാക്കുന്നില്ല. അതൊരു ഓൾഡർ ലോ അല്ലേ. അപ്പോൾ ഇനി വീണ്ടും മാർക്കറ്റ് ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ എന്തുണ്ടാവണത്? ഇതൊരു പ്രൊട്ടക്റ്റീവ് ലോ ആണോ ഡേഞ്ചറസ് ലോ ആണോ? ഈ ലാസ്റ്റ് വൺ ഡേഞ്ചറസ് ലോ. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഇപ്രാവശ്യം മാർക്കറ്റ് തിരിച്ച് താഴേക്ക് വരുമ്പോൾ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിലോ ഈ ഓർഡർ ബ്ലോക്കിലോ ഒരിക്കലും ട്രേഡ് എടുക്കാൻ ശ്രമിക്കരുത്. ഇത് പ്രൊട്ടക്റ്റഡ് അല്ല. എപ്പോൾ വേണമെങ്കിലും ഈ പ്രൊട്ടക്ഷൻ പോയേക്കാം. അതായത് മാർക്കറ്റ് വന്ന് ഇതടിച്ചിട്ട് തിരിച്ചു പോയേക്കാം. ഇപ്പം ഇൻ കേസ് ഇത് അടിച്ചിട്ട് തിരിച്ചു പോയി എന്ന് വിചാരിച്ചോ, അപ്പോൾ ഇതൊരു പ്രൊട്ടക്റ്റീവ് ലോ ആയി മാറി. ഇതൊരു വാലിഡ് ഇമ്പൾസീവ് മൂവ് ആയിട്ട് മാറി. ക്ലിയർ അല്ലേ? ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. നമ്മള് ഫസ്റ്റ് ട്രാപ്പ് വരച്ചേക്കണതിന്റെ തൊട്ട് മുമ്പ് എക്സ് ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്. ആ എക്സ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നിട്ടുണ്ട്. ഇവിടെയാണോ? അവിടെ എക്സ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നിട്ടുണ്ട്. ഫേക്ക് മൂവ്, ഈ ഫേക്ക് മൂവ്, അതിനെയാണ് നമ്മൾ ഇൻഡ്യൂസ്മെന്റ് ഇൻഡ്യൂസ്മെന്റ്. ഇപ്പുറത്ത് അതായത് അത് കഴിഞ്ഞിട്ട് ഈ ഈക്വൽ ലോസ് തന്നേക്കണ അവിടെ അങ്ങനെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നിട്ടില്ല. ഫേക്ക് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നിട്ടില്ല. അപ്പൊ അത് നമുക്ക് ട്രാപ്പായിട്ട് കാണാൻ പറ്റില്ല. ഇത് ഇൻഡ്യൂസ്മെന്റ്സ് മാത്രമാണ്. അപ്പൊ ഇതിനെ ശരിക്കും പ്ലൂറലായിട്ട് കാണാം. ഇൻഡ്യൂസ്മെന്റ്സ് അതായത് വെറുതെ കൊതിപ്പിക്കൽ, ആകർഷിപ്പിക്കൽ, ആൾക്കാർക്ക് ബൈ ചെയ്യിപ്പിക്കൽ. അത് കഴിഞ്ഞ് ട്രാപ്പ് എടുത്തതിന് ശേഷം മാർക്കറ്റ് പുതിയൊരു ഹൈ ഉണ്ടാക്കുമ്പോഴാണ് വാലിഡ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആവുന്നത്. ഇവിടെയാണ് വാലിഡ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ സംഭവിക്കുന്നത്. ഇത് പ്രൊട്ടക്റ്റീവ് ലോ ആയി. നമുക്ക് ഇതിന്റെ ഡിസ്കൗണ്ട് സോൺ. അതെ, ഇവിടെയും ട്രാപ്പ് വന്നാൽ പ്രൊട്ടക്റ്റീവ് ലോ ആയി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ വൺസ് പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ. ആ ചേഞ്ച് ഓഫ് ക്യാരക്ടർ നല്ല വാലിഡ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആണ് നമ്മളിനി പഠിക്കാൻ പോണത്. ഒരിക്കൽ ഒരു പ്രൊട്ടക്റ്റീവ് ലോ ബ്രേക്ക് ആയാൽ അതിനെ വിളിക്കുന്ന പേരാണ് അപ്പം ഇങ്ങനെ വന്നു. ഇപ്പോൾ ഇവിടെ ഒരു ലിക്വിഡിറ്റി ഹണ്ട് നടന്നിട്ടുണ്ട് അല്ലേ. ഇത്ര വിചാരിച്ചോ, ഇതൊരു ഇൻഡ്യൂസ്മെൻ്റ് ആണ്. ഇതാണ് ലിക്വിഡിറ്റി.
ഇതാണ് ഇൻഡ്യൂസ്മെൻറ്റ്, ഫേക്ക് മൂവ്, അട്രാക്ഷൻ. അത് കഴിഞ്ഞതിന് ശേഷം തിരിച്ച് താഴേക്ക് വന്ന് വീണ്ടും മുകളിലേക്ക് കയറണമെങ്കിൽ ഇതിൻ്റെ പേര് ട്രാപ്പായി അല്ലേ. അപ്പോൾ സ്റ്റിൽ ഇത് പ്രൊട്ടക്റ്റീവാണ്, നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഇൻ കേസ് മാർക്കറ്റ് ഇങ്ങോട്ട് വരാണെന്ന് വിചാരിച്ചോ വീണ്ടും, അപ്പോൾ ഇതെന്തായി, ഇത് വീണ്ടും അടുത്ത ട്രാപ്പായി. അപ്പോൾ ഇത് നമ്മൾ പ്രീവിയസ് ലിക്വിഡിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഈ ലിക്വിഡിറ്റിയും ഒരുമിച്ച് കണ്ട് ചെയ്തു ഈ ട്രാപ്പ്. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് മുകളിലേക്ക് കയറണില്ലെങ്കിലോ ഇങ്ങനെ തിരിച്ചു വന്ന് ഇങ്ങനെ കയറി ഇവിടെ കട്ടായി. ഇവിടെ കട്ടാകുമ്പോഴാണ് ആക്ച്വലി വാലിഡ് ആയിട്ടുള്ളൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ സംഭവിക്കുന്നത്. ചോക്ക് പാരിഷ്. അപ്പോൾ എല്ലാ ഹയർ ലോയും താഴ്ത്തേക്ക് കട്ട് ചെയ്യുമ്പോൾ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആവുന്നില്ല. ഒരു പ്രൊട്ടക്റ്റഡ് ലോ ബ്രേക്ക് ആവുമ്പോഴാണ് മാത്രമാണ് ക്യാരക്ടർ ചേഞ്ച് ഉണ്ടാവുന്നത്. അപ്പം ഇങ്ങനെ കുറച്ചുകൂടിയും അഡ്വാൻസ്ഡ് ആയിട്ട് അതിനെയാണ് നമ്മൾ സ്മാർട്ട് മണി കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സ്മാർട്ട് മണി എങ്ങനെയാണ് റീറ്റെയിലേഴ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്, സ്മാർട്ട് മണി എങ്ങനെയാണ് ഒഴുകുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യുമ്പോൾ ഇതാണ് ഒരു സാക്ഷാൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ. ഓക്കെ, അപ്പോൾ ഇത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആവുന്നതിലൂടെ, അപ്പോൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആവണമെങ്കിൽ മറക്കരുത്, പെട്ടെന്ന് ഇങ്ങോട്ട് വന്നിട്ട് മുകളിലേക്ക് പോയാൽ ഒരിക്കലും ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആവില്ല. നമ്മൾ ഏത് ടൈം ഫ്രെയിം ആണോ നോക്കുന്നത് ആ ടൈം ഫ്രെയിമിൽ, ഫോർ എക്സാമ്പിൾ 4 hour ആണെങ്കിൽ 4 hourൽ ഇതിവിടെ ക്ലോസ് ചെയ്യണം, ഒരു ക്യാൻഡിലെങ്കിലും ബാരിഷായിട്ട് ഇവിടെ ക്ലോസ് ചെയ്യണം. ഒരു വിക്കറ്റ് ഇട്ട് തിരിച്ചു പോയാൽ പലപ്പോഴും അങ്ങനെ പോകാറുണ്ട്. അപ്പോൾ അത് വീണ്ടും അടുത്ത ട്രാപ്പ് ആവുള്ളൂ. ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ നമുക്ക് അതിനെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറായിട്ട് കാണാം. അപ്പോൾ ഒരു കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഡിസിഷനാണ് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ. ഒരു ക്യാൻഡിൽ അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ താഴെ സ്ട്രോങ് ആയിട്ട് ക്ലോസ് ചെയ്യണം. 15 മിനിറ്റിലാണ് നോക്കണമെന്നുണ്ടെങ്കിൽ 15 മിനിറ്റിൽ. അപ്പോൾ 4 മണിക്കൂറിൽ നമ്മൾ നോക്കിയിരിക്കുന്ന ഒരു സ്വിംഗ് ട്രേഡർ 15 മിനിറ്റിൽ ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അതൊരു തീരുമാനം മാറ്റം പാടില്ല. അപ്പോൾ വൺസ് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്നാൽ നമ്മളുടെ ബയാസ് മാറി. ബയാസ് എന്ന് പറഞ്ഞാൽ വ്യൂ, ബുള്ളിഷാണോ ബെയറിഷാണോ എന്നുള്ള ഡയറക്ഷനെ കുറിച്ചുള്ള നമ്മളുടെ വ്യൂ അല്ലെങ്കിൽ ഒരു പാരഡൈം അല്ലെങ്കിൽ ഒരു പെർസെപ്ഷൻ ചേഞ്ച് ചെയ്തു. അപ്പോൾ ഇവിടെ അങ്ങോട്ട് നമ്മൾ നോക്കുന്നത് ഫുള്ള് ബെയറിഷ് എൻട്രികളായിരിക്കും. അപ്പോൾ ഇപ്പോഴാണ് മാർക്കറ്റ് ചേഞ്ച് ചെയ്തതിന് ഫസ്റ്റ് സെക്കൻഡിൽ കിട്ടിയത്. അപ്പോൾ നമ്മളുടെ ഈ പ്രൊട്ടക്റ്റീവ് ലോ ബ്രേക്കായി നശിച്ചു. പകരം പിന്നെ ഈ പ്രൊട്ടക്ഷൻ നമുക്ക് എങ്ങോട്ട് മാറാണ്, ഇവിടെ ഉണ്ടാക്കി എക്സ്ട്രീം ഹൈയിലേക്ക് മാറാണ്, ട്രാൻസ്ഫോം ചെയ്യാണ്. അപ്പോൾ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇതായി പ്രൊട്ടക്റ്റഡ് ഹൈ. അപ്പോൾ പിന്നെ മാർക്കറ്റ് ഇനി ഇത് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കുറയാണ്, ഇത് പ്രൊട്ടക്റ്റഡായി. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക, നമ്മൾ ഇത്ര നേരം ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഫിബിനോച്ചി അളന്നത്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഫിബിനോച്ചി മുകളിലേക്ക് അളന്നത്, അതിൻ്റെ ഒപ്റ്റിമൽ ട്രേഡിംഗ് സോൺ അപ്പോൾ താഴെയാണല്ലോ, ആ സോൺ അളന്നത് നേരെ മറിച്ച് മുകളിൽ നിന്ന് താഴേക്ക് അളക്കണം. ആ ഒപ്റ്റിമൽ ട്രേഡിംഗ് സോണിൽ നിന്ന്, ഒപ്റ്റിമൽ ട്രേഡിംഗ് സോൺ എപ്പോഴും പ്രീമിയത്തിലായിരിക്കുമല്ലോ, മുകളിലേക്ക് പോകണമെങ്കിൽ ഡിസ്കൗണ്ടിൽ. അപ്പോൾ ആ ഒപ്റ്റിമൽ ട്രേഡിംഗ് സോണിൽ നിന്ന് നമ്മൾ സെല്ല് ചെയ്യാനാണ് പിന്നെ ശ്രമിക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് തിരിച്ച് കയറി വരുന്നവരെ വെയിറ്റ് ചെയ്ത്, അപ്പോൾ അതിനുള്ളിൽ പല ട്രാപ്പുകളും ഉണ്ടാവും, നമ്മൾ എടുക്കരുത്, ട്രാപ്പുകൾ ഉണ്ടാവും, എടുക്കരുത്. ഒപ്റ്റിമൽ ട്രേഡിംഗ് സോണിൽ എത്തിയതിന് ശേഷം ആണ് നമ്മൾ എടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാവും. അപ്പോൾ നമ്മൾ എടുക്കുന്നില്ല, അപ്പോൾ നമ്മളൊരു മാർക്കറ്റ് അവിടെ ഒരു ചെറിയ ടൈം ഫ്രെയിമിൽ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയതിന് ശേഷമാണ് പിന്നെ പ്രീമിയത്തിൽ എടുക്കുന്നത്. അതാണ് സ്മാർട്ട് മണി കോൺസെപ്റ്റും പ്രൈസ് ആക്ഷനും തമ്മിലുള്ള വ്യത്യാസം. പ്രൈസ് ആക്ഷനേക്കാളും കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുന്നത് സ്മാർട്ട് മണി കോൺസെപ്റ്റ്സിൽ ആ ഒരു സ്പേസിലാണ്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 4 hourലാണ് ഇങ്ങനെ സംഭവിച്ചതെന്നുണ്ടെങ്കിൽ ആ 4 hourൻ്റെ തീരുമാനത്തിൽ നമ്മൾ ഇവിടെ നിന്നല്ല എടുക്കുന്നത്, വീണ്ടും 15 മിനിറ്റിൽ ഇതിന് വീണ്ടും ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ളൊരു മൂവ് ഉണ്ടാവുമല്ലോ, അവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ സംഭവിക്കുമ്പോഴാണ് നമ്മൾ എടുക്കുകയുള്ളൂ. അപ്പോൾ 2 ടൈം ഫ്രെയിമുകൾ 3 ടൈം ഫ്രെയിമുകളൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഒരു സ്മാർട്ട് മണി ട്രേഡർ ട്രേഡ് ചെയ്യുക. അതുകൊണ്ട് എന്താ മെച്ചെന്ന് വെച്ചാൽ അത് നമുക്ക് ഒരിക്കലും ഇതിൽ വരയ്ക്കാൻ പറ്റില്ല അല്ലേ, അത് വളരെ ചെറുതായിട്ട് ഇതുപോലെ എടുത്ത് വരയ്ക്കേണ്ടി വരും. ഇങ്ങോട്ടുള്ള മൂവ് പതുക്കെ ഇങ്ങനെ കയറി വീണ്ടും ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് അല്ലെങ്കിൽ ക്യാരക്ടർ ചേഞ്ച് ഉണ്ടായിട്ട് അതിൻ്റെ പ്രീമിയത്തിലാണ് സെല് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ തിന്നായിട്ട് വരച്ച് കാണിക്കേണ്ടി വരും. അതുകൊണ്ടാണ് സ്മാർട്ട് മണി ട്രേഡേഴ്സിന് എപ്പോഴും, പ്രൈസ് ആക്ഷൻ ട്രേഡേഴ്സിന് 1:2 കിട്ടുമ്പോൾ സ്മാർട്ട് മണി ട്രേഡേഴ്സിന് എപ്പോഴും ഇവിടെ വരെ കയറിയെന്ന് വിചാരിച്ചോ 1:4, 6, 8 ഒക്കെ കിട്ടുന്നത്, 12 ഒക്കെ കിട്ടുന്നത്. കാരണം അവർ ആ ചെറിയ ടൈം ഫ്രെയിമിൻ്റെ ക്യാരക്ടർ ചേഞ്ചിന് ശേഷം പ്രീമിയത്തിലാണ് സെല് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ അത്ര കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട, ഞാൻ അതിൻ്റെ കുറച്ചുകൂടി ഫ്യൂച്ചറിലേക്കാണ്ട് പറഞ്ഞു പോയിന്നുള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്
ഓരോ പ്രാവശ്യം ഒരു വാലിഡ് പുൾ ബാക്ക് ഉണ്ടാക്കി ഈ ഒരു സ്ട്രക്ചർ, അതായത് ലിക്വിഡിറ്റി സ്വീപ്പ്, ഇൻഡ്യൂസ്മെൻറ്റ്, ട്രാപ്പ് എന്ന് പറയുന്ന ട്രിപ്പിൾ കോമ്പിനേഷൻ സ്ട്രക്ചർ കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് നല്ലൊരു ഇമ്പൾസീവ് മൂവായിട്ട്, ഒരു ട്രേഡബിൾ ആയിട്ടുള്ള ഇമ്പൾസീവ് മൂവായിട്ട്, അതിന് നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു വാലിഡ് പുൾ ബാക്ക് ഉണ്ടാക്കി അല്ലെങ്കിൽ വാലിഡ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടാക്കി എന്ന് പറയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ തിരിച്ചും ആ ഒരു പ്രൊട്ടക്റ്റീവ് ഹൈ അങ്ങനെ ഉണ്ടാക്കുന്ന ഇമ്പൾസീവ് മൂവിൻ്റെ ലോ പ്രൊട്ടക്റ്റഡ് ആയിരുന്നു. ആ പ്രൊട്ടക്റ്റഡ് ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ സ്ട്രക്ചർ ചെയ്തു എന്ന് പറയാവൂ. അതിന് മുമ്പ് സ്ട്രക്ചർ ഇവിടെ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഒരിക്കലും വ്യൂ ബെയറിഷ് ആവരുത്. വീണ്ടും മാർക്കറ്റ് താഴത്തേക്ക് വന്നിട്ട് വീണ്ടും മുകളിലേക്ക് പോകും, നമ്മളെ ചീറ്റ് ചെയ്ത് മുകളിലേക്ക് പോകും അല്ലേ. അപ്പോൾ എന്തായി, ഈ ഇവിടെ പ്രൊട്ടക്റ്റീവ് ലോ ആയിരുന്നത് ജസ്റ്റ് ഇങ്ങോട്ട് മാറുന്നേ ഉള്ളൂ. സ്റ്റിൽ അത് ട്രെൻഡ് മാറിയിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല, സ്റ്റിൽ അപ്പ് ട്രെൻഡ് തന്നെയാണ്. അപ്പോൾ പ്രൊട്ടക്റ്റീവ് ലോ ഇങ്ങോട്ട് മാറിയെന്നുള്ളൂ. അപ്പോൾ വീണ്ടും നമുക്ക് ബുള്ളിഷ് ട്രേഡ് തന്നെയാണ് നോക്കേണ്ടത്. നമ്മുടെ ബയാസ് മാറിയിട്ടില്ല, വീണ്ടും ബുള്ളിഷ് ബയാസാണ് അല്ലേ. അപ്പോൾ ഈ നമ്മൾ ഇതുവരെ കണ്ടതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ക്ലാസ് ആയിരിക്കും ഇത്, അല്ലെങ്കിൽ കുറച്ച് മനസ്സിലാക്കാൻ സ്വല്പം കൺഫ്യൂഷനുള്ള ഒരു കാര്യമായിരിക്കും ഇത്. അതിൻ്റെ കാരണം നമുക്ക് ഈ പറഞ്ഞ പുതിയ പേരുകളാണ് അല്ലേ. എന്താണ് ലിക്വിഡിറ്റി, എന്താണ് ഇൻഡ്യൂസ്മെൻറ്റ്, എന്താണ് ട്രാപ്പ്, ഈ 3 കാര്യങ്ങൾ. പിന്നെ വാലിഡ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, നമ്മൾ ഇതുവരെ പഠിച്ച സാധാരണ BOSൽ നിന്ന് എങ്ങനെയാണൊരു നല്ല ക്ലിയർ ആയിട്ടുള്ള വാലിഡ് ആയിട്ടുള്ള BOS നമുക്ക് മനസ്സിലാക്കാമെന്നുള്ളതും, പ്രൊട്ടക്റ്റീവ് ലോ, ഹൈ എന്നുള്ള പേരുകളും, ഇതെല്ലാം കൂടി വരുമ്പോഴാണ് കൺഫ്യൂഷനാണ്. അപ്പോൾ നമുക്ക് ഓരോന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മാർക്കറ്റ് ഒരു ഹയർ ലോ ആയിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാ ഡിസ്കൗണ്ട് സോണിൽ നിന്നും വാങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കരുത് അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നല്ലൊരു ഇമ്പൾസീവ് മൂവ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മൂവ് എപ്പോഴും ഒരു ട്രാപ്പോട് കൂടിയായിരിക്കും. അപ്പം ഞാൻ മുമ്പത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞ IPD അൽഗോരിതം നമുക്കൊന്ന് എടുക്കാം. IPD അൽഗോരിതത്തിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ക്രിയേറ്റ് ലിക്വിഡിറ്റി, സ്വീപ്പ് ലിക്വിഡിറ്റി, ക്രിയേറ്റ് ലിക്വിഡിറ്റി, സ്വീപ്പ് ലിക്വിഡിറ്റി, അല്ലെങ്കിൽ ലിക്വിഡിറ്റി ജനറേറ്റ് ചെയ്യുക, സ്വീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഫിൽ ഇംബാലൻസുകൾ വല്ലയിടത്തുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് ഫോറക്സ് അല്ലെങ്കിൽ XAUUSD പോലുള്ള പെയറുകൾ. അതും കറൻസി പെയറായിട്ടാണ് കൂട്ടിയേക്കുന്നത്. കാരണം ഡോളറിന് അഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് മൂവ് ചെയ്യുന്നുണ്ടെങ്കിലും അതൊക്കെ മേജർ പെയേഴ്സാണ്. അപ്പോൾ ഗോൾഡ് മേജർ പെയറായിട്ട് കൺസിഡർ ചെയ്യാം. ഡോളറിന് അഗെയിൻ നമ്മൾ ബേസിക് ക്ലാസ്സുകളിൽ പഠിച്ചല്ലോ, USD JPY അല്ലെങ്കിൽ USD ബേസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും സമ്പന്ന രാഷ്ട്രത്തെ കറൻസി പോലെ തന്നെ XAUUSD, അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്യുന്ന ഡോളറിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു കറൻസി ആയിട്ട് നമുക്ക് കാണാം, അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ ആയിട്ട് കാണാം. അപ്പോൾ അതിലും ഈ IPD അൽഗോരിതം വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഡോളറിൽ വർക്ക് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഗോൾഡിലും വർക്ക് ചെയ്യുന്നത്. ഇൻ്റർനാഷണൽ ഗോൾഡിൽ, നമ്മുടെ ഇന്ത്യൻ മറ്റേ MCX ഗോൾഡിലൊന്നും ഇതിന് വലിയ പ്രസക്തി കുറവാണ്. പക്ഷേ ഈ ബാങ്ക് നിഫ്റ്റിയിലൊക്കെ പ്രസക്തി കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ പ്രസക്തി ഉണ്ട്. കാരണം ഈ IPD അൽഗോരിതം സെറ്റ് ചെയ്തേക്കുന്നത് എങ്ങനെയാണോ സാധാരണ ഇൻസ്റ്റിറ്റ്യൂഷൻസ് റീറ്റെയിലേഴ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ്. അതിൻ്റെ ഒരു അൽഗോരിതമാറ്റിക് ഫോമാണ് IPDA. അപ്പോൾ IPDA മൂവ് ചെയ്യുന്ന ഒരു സ്റ്റൈല്, ആ പ്രോസസ്സ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പല ലോസുകൾ അവോയ്ഡ് ചെയ്യാം, പല മോശമായ എൻട്രീസുകൾ അവോയ്ഡ് ചെയ്യാം, നല്ല എൻട്രീസുകൾ നമുക്ക് സെലക്റ്റീവായിട്ട് എടുക്കാം. ഓക്കെ അല്ലേ. അപ്പോൾ നിങ്ങളിത് ഒരു നോട്ട് ബുക്കും പാനും എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ വരച്ച് പഠിക്കുക. അപ്പോൾ കൃത്യമായിട്ട് ഇതുപോലെ തന്നെ ടേംസുകൾ മാർക്ക് ചെയ്തോളുന്നില്ല, ഏകദേശം ഇതുപോലെ. ഇപ്പോൾ ഈ റെക്കോർഡിങ് നിങ്ങൾ വീണ്ടും കണ്ട് ഈ ഒരു കാര്യം ആദ്യം വരച്ച് പഠിക്കുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പാത്ത് ടൂളാണ് നമ്മൾ അതിന് വേണ്ടി എടുക്കേണ്ടത്. ഈ ഒരു സെക്ഷനിൽ ബ്രഷസിൻ്റെ അടിയിൽ ഷേപ്സിൽ പാത്ത് ടൂളുണ്ട്. അപ്പോൾ മാർക്കറ്റിനെ ബുള്ളിഷായിട്ടും ബെയറിഷായിട്ടും ഇങ്ങനെ വരച്ച് പഠിക്കുക. നാച്ചുറൽ. ഇപ്പോൾ എപ്പോഴും ഇതുപോലെ ആവണമെന്നില്ല മൂവ് ചെയ്യണത്, പക്ഷേ മാർക്കറ്റിൻ്റെ ഒരു ജനറൽ സ്വഭാവമാണ് നമ്മൾ ഈ പറയുന്നത്. മാർക്കറ്റ് ഹയർ ലോ ആയിട്ട് പോകുന്നതിൽ പലപ്പോഴും ഒരു ഇൻഡ്യൂസ്മെൻ്റ് ഉണ്ട്. മുമ്പുള്ള ലോയുടെ താഴെയാണ് ലിക്വിഡിറ്റി കിടക്കുന്നത്, അല്ലെങ്കിൽ ഈക്വൽ ലോസിന് താഴെയാണ് ലിക്വിഡിറ്റി കിടക്കുന്നത് അല്ലേ. അത് പലപ്പോഴും സ്വീപ്പ് ചെയ്യാറുണ്ട്. വേരിയേഷൻ സ്വീപ്പ് ചെയ്തിട്ട് വീണ്ടും മുകളിലേക്ക് പോകുമ്പോഴാണ് ഇത് വാലിഡ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആവുന്നത്. ഇപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ മൗസ് ആകുമ്പോൾ ക്ലിക്ക് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ പതുക്കെ മാർക്ക് ചെയ്ത് പോയാൽ മതി. എന്നിട്ട് ഇതിനെന്ത് വിളിക്കാം, BOS എന്ന് നമുക്ക് മാർക്ക് ചെയ്യാം. ഒരു BOS ആയി. അപ്പോൾ നമ്മൾ മറ്റൊരു കളർ പാൻ എടുത്തിട്ട് ഇവിടെ പലരും പലതരത്തിൽ മാർക്ക് ചെയ്യാം. അതിപ്പോൾ എൻ്റെ ഒരു സ്റ്റൈൽ എന്നുള്ളൂ. ഒരു ആർച്ച് മാർക്ക് ചെയ്തു, എന്ത് വേണമെങ്കിലും മാർക്ക് ചെയ്യാം. പ്രൊട്ടക്റ്റീവ് ലോ, ഇത് പ്രൊട്ടക്റ്റഡ് ആണ് എന്നറിയിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. ഒരു കോട്ടയുടെ സിമ്പിളാണ് ആർച്ച്.
പ്രൊട്ടക്റ്റഡ് ലോ. അപ്പോൾ ലിക്വിഡിറ്റി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ തപ്പി പിടിക്കണം എവിടെ എവിടെയാണ് കിടക്കേണ്ടത്. ഒരിക്കൽ എടുത്താൽ പിന്നെ അത് ലാസ്റ്റ് കിടക്കും ഡോളർ. ഇവിടെയാണ് ലിക്വിഡിറ്റി. ആ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് പുതിയൊരു ഹൈ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതാണ് പ്രൊട്ടക്റ്റീവ് ലോ. അപ്പോൾ ഇതിനിടയ്ക്ക് ഇൻഡ്യൂസ്മെൻ്റ് ഏതാണ്, അത് പലരും ഈ സ്മാർട്ട് മണി കോൺസെപ്റ്റിൽ യൂട്യൂബ് വീഡിയോസൊക്കെ എടുത്ത് കണ്ടാൽ പല റോങ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ആണ് തന്നുകൊണ്ടിരിക്കുന്നത്. ഒക്കെ മിസ്ലീഡിങ്ങും അല്ല. ഇത് മനസ്സിലാക്കിയെടുക്കാൻ തന്നെ ഒരുപാട് സ്മാർട്ട് മണി ട്രേഡേഴ്സിൻ്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യേണ്ട വന്നിട്ടുണ്ട്. ആദ്യമൊക്കെ ഭയങ്കര കൺഫ്യൂഷനാണ്. ഇത് ചിലർ പറയും ഇതാണ് ഇൻഡ്യൂസ്മെൻറ്റ്, ചിലർ പറയും ഇതാണ് ഇൻഡ്യൂസ്മെൻറ്റ്, ചിലർ പറയും ഇതാണ് ഇൻഡ്യൂസ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഏരിയ അത്. അപ്പോൾ എപ്പോഴും അതിൻ്റെ ഓരോ അർത്ഥങ്ങളും മനസ്സിലാക്കിയാൽ നമുക്ക് ഡൗട്ട്സുകൾ വരില്ല. ഇൻഡ്യൂസ്മെൻ്റ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, ഇംഗ്ലീഷിൽ ഇൻഡ്യൂസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇൻഡ്യൂസ് ചെയ്യുക. പ്രേതം കാട്ടിക്കോടെ ആളെ ഇൻഡ്യൂസ് ചെയ്തൊരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നു അല്ലേ. അപ്പോൾ ഇൻഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആകർഷിക്കുക. അതായത് മാർക്കറ്റിലൊരു ഫേക്ക് മൂവ്മെൻറ്റ് ഉണ്ടാക്കി വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് പോകണം എന്നുള്ളൊരു ധ്വനി കാണിച്ചിട്ട് എവിടെയൊക്കെ ആകർഷിക്കുന്നുവോ അതൊക്കെ ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ എന്താണ് ഉണ്ടായത്, ഒരു പുതിയ ഹൈ ഉണ്ടാക്കുകയാണ് എന്നുള്ള തരത്തിൽ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് ഇൻഡ്യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഇൻഡ്യൂസ് ചെയ്തിട്ട് അതിൻ്റെ താഴെ ചിലപ്പോൾ ഒരു പക്ഷേ ഇവിടെ വന്നിട്ട് മാർക്കറ്റ് പോയേക്കാം, അപ്പോഴും ട്രാപ്പ് തന്നെ. ചിലപ്പോൾ ഒരു പക്ഷേ ഇത്രയും വന്നേക്കാം, കാരണം ഇവിടെയും ലിക്വിഡിറ്റി ഉണ്ട്. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക് സംഭവിക്കുന്നതാണ്. ഇവിടെ ലിക്വിഡിറ്റി ഉണ്ടെങ്കിൽ പതുക്കെ മാർക്കറ്റ് അതൊക്കെ കളക്ട് ചെയ്ത് ഇവിടെ എത്തും. ഇവിടെ എത്തുമ്പോൾ ഇവിടെ ലിക്വിഡിറ്റി ജനറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും മാർക്കറ്റിന് താഴേക്ക് പോകേണ്ടതില്ല അല്ലേ. അപ്പോൾ വീണ്ടും മാർക്കറ്റ് അടുത്ത ഇൻറ്റേർണൽ ലിക്വിഡിറ്റി അതിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഫെയർ വാല്യൂ ഗ്യാപ്പോ ഇംബാലൻസോ നമ്മൾക്ക് ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ. ആ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് പതുക്കെ മുകളിലേക്ക് കയറും. അങ്ങനെയാണ് കാണേണ്ടത്. അപ്പോൾ അതിൽ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. അപ്പോൾ ഇതാണ് വാലിഡ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. പിന്നെ വീണ്ടും വരയ്ക്കേണ്ടത് എങ്ങനെയാണ്, മാർക്കറ്റ് വീണ്ടും ഒരു 2-3 പ്രാവശ്യം താഴത്തേക്ക് വന്നു, ഒരു ഈക്വൽ ലോ ഉണ്ടാക്കി മുകളിലേക്ക് പോകാമെന്ന് തെറ്റിദ്ധരിപ്പിച്ചു, വീണ്ടും അത് തിരിച്ച് താഴേക്ക് ഇറങ്ങി, വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് കയറി. അപ്പോൾ ഇതാണ് വാലിഡ് BOS. കാരണം എന്താ, ഇവിടെ ലിക്വിഡിറ്റി ഉണ്ടായിരുന്നു. ഞാൻ 3 റിപ്പീറ്റ് ചെയ്ത് വരയ്ക്കണില്ല. ഇവിടെയൊക്കെ ഉണ്ട് അല്ലേ. വേണമെങ്കിൽ ഇവിടെയും കൂടി വരയ്ക്കാം. ഇവിടെയൊക്കെ ഉണ്ട്. ഈ ലിക്വിഡിറ്റി മൊത്തമാണ് എവിടെ ട്രാപ്പ് ചെയ്തത്, ഇത് നമുക്ക് ട്രാപ്പായിട്ട് കാണാം. എവിടെ ട്രാപ്പ് ചെയ്തത്, ഇവിടെ ട്രാപ്പ് ചെയ്തത്. എന്ത് പിക്ചറും നിങ്ങൾക്ക് യൂസ് ചെയ്യാം അല്ലേ. വൺസ് അത് ട്രാപ്പ് ചെയ്ത് മാർക്കറ്റ് പുതിയൊരു ഹൈ ഉണ്ടാക്കിയാൽ പിന്നെ എന്തായി, ഈ ഹൈയുടെ പ്രൊട്ടക്ഷൻ ഇതവിടെ ഉണ്ട്, ഇത് മാറിയിട്ടൊന്നുമില്ല, ഇത് കഴിഞ്ഞു പോയൊരു പാസ്റ്റ് ടെൻസ് ആണ്. ഇത് പ്രൊട്ടക്റ്റീവ് ലോ ആയി. അപ്പോൾ ഒരു പ്രൊട്ടക്റ്റീവ് ലോ ഉണ്ടായി കഴിഞ്ഞാൽ അതാണ് നമ്മൾ സ്മാർട്ട് മണി റേഞ്ച് എന്ന് പറയുക. ഇവിടെ തുടങ്ങി ഇവിടെ വരെയുള്ള ഹൈറ്റിനെയാണ് നമ്മൾ റേഞ്ച് എന്ന് പറയുക. ഈ റേഞ്ച് നമുക്ക് മാർക്ക് ചെയ്യുക സാധാരണ നിലയ്ക്ക് ഡിസ്കൗണ്ട് പ്രീമിയം എന്ന് പറഞ്ഞൊരു എര വെച്ചിട്ടാണ് മാർക്ക് ചെയ്യുക, PD എര. അപ്പോൾ അതിൻ്റെ 50% താഴെയാണ് ഡിസ്കൗണ്ട്. അതിൻ്റെ സെൻറ്ററാണ് ഈ OTE എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് OTEയിലാണ് നമ്മൾ ട്രേഡ് എടുക്കുള്ളൂ എന്നുള്ളതുകൊണ്ട് OTE മാർക്ക് ചെയ്യാം. അപ്പോൾ അവിടെയാണ് OTEക്ക് പ്രസക്തി വരുന്നത്. അതുപോലെ തന്നെ ചേഞ്ച് ഓഫ് ക്യാരക്ടറിന് ശേഷവും. അപ്പം ഇങ്ങനെ നിങ്ങൾ വരച്ച് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 2 പ്രാവശ്യം 3 പ്രാവശ്യം അങ്ങനെ വരച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം. അപ്പോൾ ഈ മൂവ് നമുക്ക് വളഞ്ഞൊടിഞ്ഞ് തന്നെ വരയ്ക്കാം കേട്ടോ. അതിപ്പോൾ നേരെ സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ വരയ്ക്കരുത്. നമ്മൾ തിരക്കിൽ വരച്ചു എന്നുള്ളൂ. ഈ മൂവ് നാച്ചുറലായിട്ട് ഇങ്ങനെയൊക്കെയല്ല പോവുക. കൂടെയാണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടായത്. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും എപ്പോഴും വളച്ചൊടിച്ച് തന്നെ വരച്ച് പഠിക്കുക. തിരിച്ചു വരുമ്പോഴും സാധാരണ നിലയ്ക്ക് നമ്മൾ വിചാരിക്കുക എന്താണ്, ഇതൊരു ട്രാപ്പാണ്. പക്ഷേ ഇതിവിടെ ഹൈ കട്ട് ചെയ്താലാണ് ഇവിടെ ട്രാപ്പായത്. പക്ഷെ എന്തുണ്ടായി, മാർക്കറ്റിന് അധികം മുകളിലേക്ക് പോകാൻ പറ്റിയില്ല. മാർക്കറ്റ് ഇങ്ങനെ വന്ന് ഇവിടെ അങ്ങോട്ട് കട്ട് ചെയ്തു. അപ്പോൾ എന്താണ് ഉണ്ടാവുന്നത്, ഇതാണ് ഒരു വാലിഡ് ക്യാരക്ടർ ചേഞ്ച് ആവുന്നത്. ഇവിടെ മാർക്കറ്റിൻ്റെ ദിശ മാറി. അതുപോലെ തന്നെ ഈ പ്രൊട്ടക്ഷൻ ഇങ്ങോട്ട് പോയി. ഇവിടെ ഇനി പ്രൊട്ടക്ഷൻ ഇല്ല, കഴിഞ്ഞു പോയി അല്ലേ. ഈ പ്രൊട്ടക്ഷൻ ഡെഡായി. ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചവർക്കൊക്കെ, അതായത് സ്മാർട്ട് മണി ട്രേഡേഴ്സിനടക്കം ലോസ് വന്നു. അപ്പോൾ ഇവിടെ നമുക്കൊരു ലിക്വിഡിറ്റി കണ്ട് കാണാൻ പറ്റും. കണ്ടാൽ മാത്രമേ നമ്മൾ ഇതൊരു റേഞ്ചായിട്ട് അംഗീകരിക്കാവൂ. ഇവിടെ ഒരു ലിക്വിഡിറ്റി കണ്ട് മാർക്കറ്റ് ഇതുപോലെ വന്നിട്ട് കുറച്ച് ലിക്വിഡിറ്റി ജനറേറ്റ് ചെയ്തിട്ട്, അപ്പോൾ ലിക്വിഡിറ്റി ജനറേറ്റ് ചെയ്യണത് എവിടെയാണ്, താഴത്തേക്ക് പകരം മുകളിലാണ് അല്ലേ. മുകളിൽ ലിക്വിഡിറ്റി ജനറേറ്റ് ചെയ്തു, അത് മൊത്തം തൂത്തുവാരി മാർക്കറ്റ് താഴത്തേക്ക് വന്നു. അപ്പോഴാണ് ഇവിടെ BOS എന്നല്ല നമ്മൾ രേഖപ്പെടുത്തേണ്ടത്, ചോച്ച് എന്നാണ് രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ നമ്മൾ ഇനി ഫോക്കസ് ചെയ്യാൻ നമ്മളുടെ വ്യൂ മാറ്റി, ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നല്ല പ്രീമിയത്തിൽ വരുമ്പോൾ സെല് ചെയ്യാനാണ് നോക്കുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് തിരിച്ചും വരയ്ക്കാം. അതായത് ഇപ്പോൾ നമ്മൾ 2-3 അപ്പ് ട്രെൻഡ് വരച്ച പോലെ തന്നെ ഇനി ഇങ്ങോട്ട് ഡൗൺ ട്രെൻഡ് വരയ്ക്കുക. അതായത് എങ്ങനെ പോകണം, മാർക്കറ്റ് വീണ്ടും തിരിച്ച് കയറി, കുറച്ച് തിരിച്ച് കയറിയുള്ളൂ,
പിന്നെ ഇറങ്ങിയിട്ട് വീണ്ടും ഇവിടെ ഒരു ട്രാപ്പ് കഴിഞ്ഞ് തിരിച്ചു പോയാൽ ഇത് നമ്മുടെ ബെയറിഷ് BOS ആയി. ഞാൻ കളർ മാറ്റുന്നില്ല, ബെയറിഷ് BOS ആയി. അപ്പോൾ ഇത് മനസ്സിലാക്കണം, ഇവിടെയാണ് ലിക്വിഡിറ്റി കിടക്കേണ്ടായത്, ഇവിടെയാണ് ട്രാപ്പ് നടന്നിരിക്കുന്നത്. അപ്പോൾ ട്രാപ്പ് നടന്ന പ്രൊട്ടക്ഷൻ ഇങ്ങോട്ട് മാറി. ഇനി നമ്മൾ അതിൻ്റെ ഹിസ്റ്ററി ബാക്കിലേക്ക് പോകേണ്ട, ചിന്തിക്കേണ്ട കാര്യമില്ല. നമുക്ക് അവിടെ നിന്ന് ട്രേഡ് എടുക്കാം. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ട്രേഡിംഗ് റേഞ്ച്, അല്ലെങ്കിൽ സ്മാർട്ട് മണി റേഞ്ച് എന്ന് പറയും, ICTയുടെ റേഞ്ച് എന്ന് പറയും. ആ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ഈ ഫൈനൽ ഇമ്പൾസീവ് മൂവിൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ ആ ഒരു ഏരിയയുടെ ഉള്ളിൽ നമ്മൾ പ്രീമിയത്തിലേക്ക് എത്തുമ്പോൾ ആണ് നമ്മൾ സെല്ല് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. സ്മാർട്ട് മണി ട്രേഡേഴ്സ് ഇവിടെ നിന്നാണ് സെല്ല് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അല്ലേ. ഇപ്പോൾ ഇങ്ങനെ വന്നു, വീണ്ടും മാർക്കറ്റ് ഈക്വൽ ഹൈ ഉണ്ടാക്കി ഫേക്കായിട്ട് താഴ്ത്തേക്ക് പോകുമെന്ന് അഭിനയിച്ചു. കുറേ പേരെ ട്രാപ്പ് ചെയ്തു, അത് ഇൻഡ്യൂസ് ചെയ്ത് കൊതിപ്പിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും തിരിച്ച് കയറി ഇവിടെ ട്രാപ്പ് ഉണ്ടാക്കി. അപ്പോൾ ഇവിടെ ലിക്വിഡിറ്റി ഉണ്ടായിരുന്നു, ഇവിടെയും ലിക്വിഡിറ്റി ഉണ്ടായിരുന്നു, കുറേ പേര് ഇതിൽ പെട്ടു അല്ലേ. അപ്പോൾ സ്മാർട്ട് മണി ട്രേഡർ എന്താണ് ചെയ്യണത്? ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ച് കളിക്കണില്ല, ആളിവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചേക്കണതാണ് പ്രൊട്ടക്റ്റഡ് ഏരിയ. അപ്പോൾ എന്തുണ്ടായി? പുതിയൊരു ട്രാപ്പ് കണ്ടപ്പോൾ ആൾ എന്ത് ചെയ്തു? ഇവിടെ ഒരു ട്രാപ്പ് കണ്ടപ്പോൾ ആൾ എന്ത് ചെയ്തു? ഈ സ്റ്റോപ്പ് ലോസ് വേണമെങ്കിൽ ഇവിടേക്ക് ഇറക്കി വയ്ക്കാം. അതിലുപരി ഈ പ്രൊട്ടക്റ്റീവ് ലോ എന്ന് പറയുന്നത്, പിന്നെ ട്രാപ്പ് കണ്ടുകൊണ്ട് മാത്രമായില്ല, ഇവിടുന്ന് മാർക്കറ്റ് BOS ഉണ്ടാക്കണം അല്ലേ, പുതിയൊരു ലോ ഉണ്ടാക്കണം. ഇവിടെ ലോ അല്ലേ, പുതിയൊരു ലോ ഉണ്ടാക്കണം. അപ്പോൾ എന്തുണ്ടായി? ഈ പ്രൊട്ടക്ഷൻ, ഇവിടെ ഉണ്ടായിരുന്ന പ്രൊട്ടക്ഷൻ ഇങ്ങോട്ട് മാറി. ട്രാപ്പ് നടന്നത് ഇവിടെയാണ് അല്ലേ. പ്രൊട്ടക്ഷൻ വരെ ഞാനത് ലുട്ടാപ്പീനെയാണ് വലിച്ചത്. ഇതല്ല നമ്മുടെ പ്രൊട്ടക്ഷൻ. ആർച്ച് പോയി, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അതിനെ കിട്ടണില്ല. ഓക്കെ, ഈ ഒരു പ്രൊട്ടക്ഷൻ ഇവിടെ ഉണ്ടായിരുന്നത് പതുക്കെ ഇവിടേക്ക് മാറി, കാരണം ഇതാണ് ഫൈനൽ ഇമ്പൾസീവ് മൂവ്. അപ്പം ഇങ്ങനെ നമ്മൾ മാർക്കറ്റിനെ കാണണം. അപ്പോൾ ഇങ്ങനെ മാർക്കറ്റിനെ കണ്ടാൽ നമ്മൾ ഇനി പഠിച്ചതൊക്കെ ഇതിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. അതായത് നമ്മളിപ്പോൾ പഠിച്ച കുറേ കാര്യങ്ങളില്ലേ, ബേസിക്കായിട്ട് ഈ ഒരു ഇതിൽ കാണണ്ടായ കുറേ കാര്യങ്ങൾ, ഓർഡർ ബ്ലോക്ക്, ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഇതൊക്കെ നോക്കേണ്ടത് ഇവിടെയാണ്. ഒപ്റ്റിമൽ ട്രേഡിംഗ് സോൺ, ഇമ്പൾസ് എന്ന് പറയുന്നതാണ് ആ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ഉണ്ടാക്കിയ മൂവ്. ലിക്വിഡിറ്റി സ്വീപ്പ് എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായി കാണും അല്ലേ. ലിക്വിഡിറ്റി സ്വീപ്പ്, അതുപോലെ തന്നെ പിന്നെന്താണ്, ഇത്രയും കാര്യങ്ങൾ ഇവിടെയാണ് കണക്റ്റഡ് ആവുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി ആയില്ല. അപ്പോൾ നമ്മുടെ ഇതിനൊരു ലെവൽ 2.0 വെർഷൻ അല്ലെങ്കിൽ ലെവൽ 2 വെർഷൻ എന്ന് കണ്ടാൽ മതി. നമ്മൾ നേരത്തെ വളരെ സിമ്പിളായിട്ടൊരു മാർക്കറ്റ് സ്ട്രക്ചർ പഠിച്ചു. ഇനി ഇത് SMC വിധി പ്രകാരം അല്ലെങ്കിൽ SMC ട്രേഡേഴ്സ് ചിന്തിക്കുന്ന തരത്തിൽ ഒരു ലെവൽ 2 സ്ട്രക്ചർ, കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ടാക്കി. പിന്നെ നിങ്ങൾക്കത് ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് റിവൈസ് ചെയ്താൽ, വീഡിയോ കൊണ്ട് റിവൈസ് ചെയ്താൽ നിങ്ങൾക്കത് നോട്ട് ബുക്കും പേന എടുത്ത് വരയ്ക്കാൻ പറ്റില്ലേ നിങ്ങളുടേതായ ഭാഷയിൽ? കോൺഫിഡൻ്റ് ആയോ? ലിബിൻ ഓക്കെ, ഹാപ്പി, മെജോറിറ്റി കോൺഫിഡൻ്റ് ആണെന്ന് പറയുന്നു അല്ലേ, ഹാപ്പി. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ ഒരു ക്ലാസ് പതുക്കെ വൈൻഡപ്പ് ചെയ്യാം അല്ലേ. ഇതൊരൊറ്റ ക്ലാസ് ആണ് ആക്ച്വലി ഈ ഒരു റിയൽ മാർക്കറ്റ് സ്ട്രക്ചറിനെ മനസ്സിലാക്കുക എന്നുള്ളത്. പിന്നെ നമ്മൾ പഠിച്ച ആദ്യത്തെ കാര്യം ഇതിൽ ബ്ലണ്ട് ചെയ്യണം. അതായത് ഒരു മേജർ സ്ട്രക്ചർ, മൈനർ സ്ട്രക്ചറൊക്കെ ആയിട്ട് ഇതിനെ കാണണം. അപ്പോൾ അതിനെയാണ് ഫ്രാക്ചറൽ നേച്ചർ ഓഫ് ദ മാർക്കറ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് മുകളിലേക്ക് പോയി താഴ്ത്തേക്ക് വന്നു അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇതൊക്കെ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. ഇതൊരു 4 hour ചാർട്ടാന്ന് വിചാരിച്ചോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതിനെ ഒന്ന് സൂം ചെയ്ത് വെക്കുകയാണ്, വലുതാക്കി വെക്കുകയാണ്. അപ്പം ഇങ്ങനെ മാർക്കറ്റ് ഇവിടെ വരെ എത്തിയതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ നടക്കുന്നുണ്ട്, ഈ പരിപാടി തന്നെ വീണ്ടും ചെറിയ ടൈം ഫ്രെയിമിൽ നടക്കുന്നുണ്ട്. എന്താണ് അല്ലേ, മാർക്കറ്റ് ഇപ്പോൾ ലാസ്റ്റ് ഉണ്ടാക്കിയ ഒരു പീസ് ഉണ്ടല്ലോ, ഈ ഒരു പീസിനെ ഞാൻ ഒന്ന് വലുതാക്കി വെച്ചു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്കൊരു സബ് സ്ട്രക്ചർ കാണാൻ പറ്റും അല്ലേ. അപ്പോൾ അത് മനസ്സിലാക്കാൻ നമുക്കൊരു കളറൊന്ന് മാറ്റി പിടിക്കാം, ഒരു ബ്ലൂ കളർ. അപ്പോൾ ഇതിൻ്റെ സബ് സ്ട്രക്ചർ ഇങ്ങനെ ഉണ്ടായിരിക്കും. എങ്ങനെ മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് പോവുക? BOS, ഈക്വൽ ലോ BOS, അതിനുശേഷം ഫേക്ക് മൂവ്, BOS, റിയൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. പിന്നെ മാർക്കറ്റിൽ പുതിയൊരു ഹൈ ഉണ്ടാക്കാൻ പറ്റിയില്ല, തിരിച്ച് താഴേക്ക് വന്നു, മുകളിലേക്ക് പോകാമെന്ന് അഭിനയിച്ചു, പക്ഷേ ഇവിടെ കട്ടായി, ക്യാരക്ടർ ചേഞ്ച്. വീണ്ടും മാർക്കറ്റ് പുൾ ബാക്ക് ചെയ്തു, തിരിച്ച് താഴേക്ക് പോകുന്നു വെച്ചു, ട്രാപ്പ് ഇട്ടു, അനദർ ബെയറിഷ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. ഇങ്ങനെയാണ് മാർക്കറ്റ് ആക്ച്വലി സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ വരച്ചേക്കണ ബ്ലാക്ക്
ഡയഗ്രാം എന്ന് പറയുന്നത് 4 hour ചാർട്ട് ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ 15 മിനിറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് തന്നെയാണ് വീണ്ടും കാണാൻ പറ്റുന്നത്. ഇതിനെയാണ് ഫ്രാക്ച്വൽ നേച്ചർ ഓഫ് ദ മാർക്കറ്റ് എന്ന് നമ്മൾ ആദ്യം പറഞ്ഞത്. അപ്പോൾ ഒരു ഡിസൈൻ, അതിൻ്റെ ഉള്ളിൽ കൊച്ചു കൊച്ചു വേറെ ഡിസൈൻസ് അല്ലേ. അപ്പോൾ ഒരു വലിയ ഡോളറിൻ്റെ ഡിസൈൻ, അതിൻ്റെ ഉള്ളിൽ ഒക്കെ ചെറിയ ചെറിയ ഡോളറുകൾ അങ്ങനെ നിരത്തി വെച്ചാണ് പോലെയാണ് ഈ ഫ്രാക്ച്വൽ നേച്ചർ ഓഫ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് കറക്റ്റായിട്ട് മനസ്സിലായിട്ട് നമ്മൾ ചാർട്ടിൽ വന്നു കഴിഞ്ഞാൽ പുതിയൊരു വെളിച്ചത്തിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അതായത് കൂടുതൽ അടി കൊള്ളാതെ, സ്റ്റോപ്പ് ലോസുകൾ കണ്ടാവാതെ ആക്ച്വലി സ്മാർട്ട് മണി മൂവ് ചെയ്യുന്നത് എങ്ങോട്ടാണെന്ന് മനസ്സിലാക്കിയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ഇപ്പോൾ നമ്മൾ ഈ സ്ട്രാറ്റജി പഠിക്കാൻ വേണ്ടിയുള്ള മിക്ക കാര്യങ്ങളും നമ്മൾക്ക് ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഫൈനൽ വരുന്ന സ്ട്രാറ്റജി കോൺസെപ്റ്റ്സുകൾക്ക് കണക്ട് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇൻഡിവിജ്വൽ ആയിട്ടുള്ളതെല്ലാം കവർ ചെയ്ത് കഴിഞ്ഞു. ഇനിയുള്ളത് ഇത്രയേ ഉള്ളൂ. കിൽ സോൺ എന്ന് പറയുന്നത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്തൊക്കെയാണ് ആർക്കെങ്കിലും ഓർമ്മയുണ്ട്? കിൽ സോൺ നമ്മൾ പഠിച്ചു. ഏഷ്യൻ സെക്ഷൻ ഉണ്ട്, ലണ്ടൻ സെക്ഷൻ ഉണ്ട്, ന്യൂയോർക്ക് സെക്ഷൻ ഉണ്ട് അല്ലേ. സിഡ്നി, ടോക്കിയോ ഇത് രണ്ടുമാണ് ഏഷ്യൻ സെക്ഷനിലുള്ളത്. രാവിലെ ഒരു ഉച്ച 12:30 വരയ്ക്ക് മുമ്പുള്ള മാർക്കറ്റ്, അതിനെയാണ് നമ്മൾ ഏഷ്യൻ സെക്ഷൻ എന്ന് പറയുന്നത്. കിൽസോൺ എന്ന് പറയുന്നത് ബേസിക്കലി അമേരിക്കൻ മാർക്കറ്റിനെയും യൂറോപ്യൻ മാർക്കറ്റിനെയാണ്. അപ്പോൾ അമേരിക്കൻ മാർക്കറ്റിൻ്റെ മറ്റൊരു പര്യായമാണ് ലണ്ടൻ മാർക്കറ്റ്. അപ്പോൾ ലണ്ടൻ സെക്ഷൻ എന്ന് പറയാം 12:30 തുടങ്ങി 3:30 വരെ. അപ്പോൾ ലണ്ടൻ സെക്ഷൻ 12:30 തുടങ്ങി വൈകിട്ട് 8:30 വരെ ഉണ്ടെങ്കിലും അതിൽ ആദ്യത്തെ പീക്ക് ടൈം 2.5-3 മണിക്കൂറാണ് കിൽ സോൺ. അതുപോലെ ന്യൂയോർക്ക് സെക്ഷൻ എന്ന് പറയുന്നത് 5:30 മുതൽ പുലർച്ചെ വരെ ഉണ്ടെങ്കിലും 5:30 മുതൽ 8:30 വരെയുള്ള, അല്ലെങ്കിൽ 6:30 മുതൽ 9:30 വരെ ആയിരിക്കും മഞ്ഞുകാലത്ത്. അപ്പോൾ ആ ഒരു ടൈമിനെയാണ് നമ്മൾ കിൽ സോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കിൽ സോണും കൂടി പഠിച്ചാലാണ് നമ്മുടെ ഈ സ്ട്രാറ്റജിയിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും പ്രിപ്പയർഡ് ആവുള്ളൂ. കിൽ സോൺ നമ്മൾ മുന്നേ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലിക്വിഡിറ്റി സ്വീപ്പും ഇമ്പൾസീവ് മൂവുകളൊക്കെ നടക്കുന്നത് പലപ്പോഴും കിൽ സോണിലായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഇമ്പൾസ് കാണേണ്ടത്, അല്ലെങ്കിൽ ആക്ച്വലി ഫണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെൻട്രൽ ബാങ്ക്സ് ഇറക്കുന്നത് പലപ്പോഴും ഈ കിൽ സോണുകളായിരിക്കും. അതായത് 12:30-ക്കും 2:30-ക്കുള്ളിൽ, അതായത് വൈകിട്ട് അല്ലെങ്കിൽ 5:30-ക്കും 7:30 അല്ലെങ്കിൽ 6 മണിക്കും 8 മണിക്കും ഇടയിലായിരിക്കും ഇത് സംഭവിക്കുക. അപ്പോൾ ആ സമയത്തായിരിക്കും കൂടുതൽ അമേരിക്ക റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂയോർക്ക് സെക്ഷനിലെ മേജറായിട്ടുള്ള എക്കണോമിക് ഡാറ്റയൊക്കെ റിലീസാവുന്നതും ഷോർട്ടർ ടൈം ഫ്രെയിമിൽ വലിയ വോളറ്റൈലിറ്റി ഉണ്ടാക്കുന്നതും. അതിൻ്റെ ഇടയിലൂടെയാണ് ഈ സെൻട്രൽ ബാങ്ക്സുകൾ ഈ ഫണ്ട് മാക്സിമം ഫ്ലോ ചെയ്യുന്നതും. ആരും കളത്തിൽ കളിക്കാനില്ലാതെ ലിക്വിഡിറ്റി അവർക്ക് കളക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആക്റ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്ന ടൈം. അപ്പോൾ ആ സമയത്ത് വേണം നമ്മൾ ഈ ഇമ്പൾസീവ് മൂവ് കാണാൻ. അപ്പോൾ അത് നമ്മൾ സ്ട്രാറ്റജി പഠിക്കുമ്പോൾ പഠിക്കും. പിന്നെ മൾട്ടി ടൈം ഫ്രെയിം അനാലിസിസ് നമുക്കറിയാലോ എന്താണ്. നമുക്കൊരു ഹയർ ടൈം ഫ്രെയിം ലെവൽ ഉണ്ടെങ്കിലാണ് ഇതിന് പ്രസക്തിയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ചുമ്മാ ഒരു ക്യാരക്ടർ ചേഞ്ച് നോക്കിയിട്ട് അങ്ങനെ അങ്ങോട്ട് നമ്മൾ ട്രേഡ് ചെയ്യല്ല. ഈ ക്യാരക്ടർ ചേഞ്ച് എന്തുകൊണ്ടുണ്ടാവുന്നു? അതൊരു ഹയർ ടൈം ഫ്രെയിം ഇൻസ്റ്റിറ്റ്യൂഷണൽ ലെവലിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ഹയർ ടൈം ഫ്രെയിം ഇൻസ്റ്റിറ്റ്യൂഷണൽ ലെവലിൽ ഇതുപോലൊരു ക്യാരക്ടർ ചേഞ്ച് കണ്ടാലാണ് നമ്മൾ ഇതിൻ്റെ ഓപ്റ്റിമൽ ട്രേഡിംഗ് സോണിൽ നിന്ന് സെല്ല് ചെയ്യാൻ നോക്കുക. അപ്പോൾ അത് വളരെ ബേസിക് ആയിട്ടുള്ളൊരു പ്രൈസ് ആക്ഷൻ പ്രിൻസിപ്പിളാണ് അല്ലേ. പ്രൈസ് ആക്ഷനിൽ നമ്മൾ പഠിച്ചു 4 തരം ട്രേഡിംഗ് ഉണ്ട്. അതിലൊരെണ്ണമാണ് റിവേഴ്സൽ ട്രേഡിങ് അല്ലേ. അതിൻ്റെ ബേസിക്സ് ഇതാണ്. റിവേഴ്സൽ ട്രേഡിങ്, അതായത് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ഉണ്ടായതിനു ശേഷം ഒപ്റ്റിമൽ ട്രേഡിംഗ് സോണിൽ എൻട്രി എടുക്കുക. അപ്പോൾ നമ്മൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ പഠിപ്പിക്കാറ് എന്താണ്? പ്രൈസ് ആക്ഷനിൽ എപ്പോഴും നമ്മൾ റിവേഴ്സൽ ട്രേഡുകൾ ഇവിടെ നിന്ന് നമ്മൾ ഹൈ റിസ്ക് റിവാർഡിൽ ട്രേഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു സ്ട്രക്ചർ ബ്രേക്ക് പ്ലസ് ഒപ്റ്റിമൽ ട്രേഡിംഗ് സോണിലെത്തുക എന്നുള്ള 2 ഘടകം മാത്രം പോരാ. ഇവിടെ കാൻഡൽസ്റ്റിക് പാറ്റേൺ വേണം, അത് വേറെ കാര്യം. ഇത് രണ്ടും പോരാ. എന്ത് വേണം? ഇതിന് ആധാരമായിട്ട് നല്ലൊരു സപ്പോർട്ട് ഉണ്ടാവണം അല്ലേ, അല്ലെങ്കിൽ ഒരു കീ ലെവൽ ഉണ്ടാവണം. അത് ആ സപ്പോർട്ട് തന്നെ ആവണമെന്നില്ല. സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? മാർക്കറ്റ് മുമ്പ് തിരിച്ച ടേണിംഗ് പോയിൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലം. അത് തന്നെ ആവണമെന്നില്ല. ഒരു റൗണ്ട് നമ്പർ ആയാലും മതി. ബാങ്ക് നിഫ്റ്റിയിലൊക്കെ ട്രേഡ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇവിടെ ഇതിനെയാണ് കീ ലെവൽ എന്ന് പറയുന്നത്. കീ ലെവൽ എന്ന് പറഞ്ഞാൽ മലയാളം ഇമ്പോർട്ടൻ്റ് ലെവൽ അല്ലേ. പക്ഷേ സ്മാർട്ട് മണി കോൺസെപ്റ്റ്സിൽ കീ ലെവൽ ഡിഫറെൻ്റ് ആണ്. അത് ഈ റൗണ്ട് നമ്പറും മുമ്പ് സപ്പോർട്ട് എടുത്ത സ്ഥലമൊന്നുമല്ല. അതാണ് നമ്മൾ പഠിച്ച ഈ ഓർഡർ ബ്ലോക്കും ഫെയർ വാല്യൂ ഗ്യാപ്പും അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഇൻറ്റേർണൽ ലിക്വിഡിറ്റി. അതായത് മുമ്പ് അത് വലിയ ടൈം ഫ്രെയിമിൽ, ഫോർ എക്സാമ്പിൾ 15 മിനിറ്റിലാണ് നമ്മൾ ഈ ക്യാരക്ടർ ചേഞ്ച് കണ്ട് ഒപ്റ്റിമൽ ട്രേഡിംഗ് സോണിൽ നിന്ന് വാങ്ങാമെന്നുണ്ടെങ്കിൽ 4 മണിക്കൂറിൻ്റെ ഫെയർ വാല്യൂ ഗ്യാപ്പിലായിരിക്കണം. മനസ്സിലായോ? ഇനി 1 മിനിറ്റിലാണ് നമ്മൾ ഇത് നോക്കിയിട്ട് സ്കാൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് 15 മിനിറ്റിൻ്റെ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ വേണം സംഭവിക്കാൻ. എന്നാലാണ് അതിന് വാലിഡിറ്റി ഉള്ളൂ. ഇത് തന്നെ നല്ലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് തന്നെ. അപ്പോൾ ഇവിടെ
നമുക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലുണ്ട്. കാരണം എന്താ, ഇവിടെ തുടങ്ങി ഇവിടം വരെയുള്ള ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇത് 4 മണിക്കൂറാണ്. ഞാനിവിടെ ഒരു വര വരയ്ക്കുന്നുണ്ട്, വെർട്ടിക്കൽ ലൈൻ ബ്ലാക്ക്. ഇനി 15 മിനിറ്റിലാണ് നമ്മൾ അവിടെ വരുമ്പോൾ എൻട്രി എടുക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ എന്ത് നോക്കേണ്ടത്, ക്യാരക്ടർ ചേഞ്ച് നോക്കണത് അല്ലേ. മാർക്കറ്റ് മുകളിലേക്ക് പോയി നമ്മിന് ചാർട്ടിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഇതാണ് നമ്മുടെ ട്രാപ്പ്. ആ ട്രാപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്തായി, ഇതാണ് നമ്മുടെ BOS, വാലിഡ് BOS. അത് കഴിഞ്ഞാൽ ഇതെന്തായി, ഇതാണ് നമ്മുടെ പ്രൊട്ടക്റ്റീവ് ലോ. ആ ട്രാപ്പ് കഴിഞ്ഞ സോണാണ് നമ്മുടെ പ്രൊട്ടക്റ്റീവ് ലോ. ആ പ്രൊട്ടക്റ്റീവ് ലോ ബ്രേക്ക് ആയാൽ അതിൻ്റെ പേരെന്താണ്, ക്യാരക്ടർ ചേഞ്ച്, ബാരിഷ് ചോക്ക്. അത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒപ്റ്റിമൽ ട്രേഡിംഗ് സോണിൽ സെല് ചെയ്യാം. അതായതാണ് ഒപ്റ്റിമൽ ട്രേഡിംഗ് സോൺ, ഇവിടെ നിന്ന് ഇവിടേക്ക് വരയ്ക്കും. ഇതാണ് നമ്മുടെ ഫിബൊനാച്ചി 78. അവിടെ സ്മാർട്ട് മണിക്കാർ എന്ത് കാണാറുണ്ട്, പലപ്പോഴും ഇതിൻ്റെ ഉള്ളിലും ഒരു ട്രാപ്പ് കാണാറുണ്ട്. കണ്ടോ, ഡിങ്, ഇതാണ് നമ്മുടെ ട്രിഗർ. അപ്പോൾ നമ്മൾ പ്രൈസ് ആക്ഷൻ പഠിച്ചപ്പോൾ ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ നോക്കി ട്രേഡ് എടുത്ത പോലെ സ്മാർട്ട് മണി കോൺസെപ്റ്റ്സുകാർ ഒരു ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ പകരം ഉപയോഗിക്കുന്നത്. ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ ഉപയോഗിക്കും, പിൻ ബാറുകൾ ഉപയോഗിക്കും, എസ്പെഷ്യലി ട്രാപ്പ് ഉപയോഗിക്കും. അതുകൊണ്ടാണ് അവർ ഹൈ റിസ്ക് റിവാർഡ് നേടുന്നത്. ഇവിടെയായിരിക്കും നമ്മളുടെ റിവാർഡ്. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഒരു റിയൽ ചാർട്ടിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ. നമ്മൾ നേരത്തെ വെറുതെ എന്തൊക്കെയോ പറഞ്ഞ് കറക്കി കുത്തിയെടുത്തൊരു ചാർട്ടാണ് കിടക്കണ്ടായത് അല്ലേ. അപ്പോൾ ഇതൊക്കെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ചാർട്ടിൽ കാണാമെന്നുള്ളത് നമുക്ക് പതുക്കെ ഈ ഒരു ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് സ്മാർട്ട് മണി കോൺസെപ്റ്റ്സിൻ്റെ അഡ്വാൻസ്ഡ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ലൈവ് ട്രേഡിംഗ് സെക്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് കാണാം. ഓക്കെ അല്ലേ. ഇപ്പോൾ ഇതൊരു എക്സാമ്പിൾ മാത്രം. അപ്പോൾ നമ്മൾ പഠിച്ച പല കോൺസെപ്റ്റ്സുകൾ അല്ലേ, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, ട്രാപ്പ്. ഇപ്പോൾ ഇവിടെ ലിക്വിഡിറ്റി എവിടെയായിരുന്നു, ലിക്വിഡിറ്റി വരയ്ക്കാൻ മറന്നു. ഈ ലിക്വിഡിറ്റി എവിടെയായിരുന്നു, ഇതാണ് ലിക്വിഡിറ്റി. ആദ്യം മാർക്കറ്റ് ഫേക്ക് ആയിട്ടുള്ള 3 നടത്തിയിട്ട് തിരിച്ചു വന്നിട്ട് ട്രാപ്പ് ചെയ്തു അല്ലേ. ഇപ്പോൾ ട്രാപ്പ് നമുക്ക് മുമ്പ് പഠിച്ച പോലെ ഇവിടെ തന്നെ ഇടാം. ഇതാണ് ട്രാപ്പ്. ഇതാണ് BOS. അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഇങ്ങോട്ട് മാറി അല്ലേ. പ്രൊട്ടക്ഷൻ ഇങ്ങോട്ട് മാറി. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് എന്ത് സ്റ്റോപ്പ് ലോസും വെക്കാം. പക്ഷേ ഇതിൻ്റെ മേലെ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ട കാര്യമില്ല, അവിടെ പ്രൊട്ടക്റ്റഡ് ആണ്. അപ്പം അതിന് ശേഷം എന്തുണ്ടാവണം, നമ്മൾ പ്രീമിയത്തിൽ വന്നിട്ട് വീണ്ടും മാർക്കറ്റ് തിരിക്കുമ്പോഴാണ് ബൈ ചെയ്യുക. അപ്പോൾ ഇതിന് വീണ്ടും ചിലർ 1 മിനിറ്റിലൊക്കെ ബൈ ചെയ്യും. അതായത് ഇവിടെ മാർക്കറ്റ് 15 മിനിറ്റിൽ മുകളിലേക്ക് പോയപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ, ഇവിടെ ഒരു ക്യാരക്ടർ ചേഞ്ച് ഉണ്ടായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ച് കയറുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ 1 മിനിറ്റിലൊക്കെ ട്രേഡ് ചെയ്യുന്നവരുണ്ട്. സാധാരണ നിലയ്ക്ക് 2 ടൈം ഫ്രെയിമുകൾ നമ്മൾ യൂസ് ചെയ്താൽ മതി. ഇവിടെ നിന്ന് നമുക്കൊരു റിവേഴ്സിൽ വരുമ്പോഴാണ് നമ്മൾ ട്രേഡ് എടുക്കുക. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഇതിലിപ്പോൾ കുറച്ച് ഡൗട്ട്സുകൾ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ മാക്സിമം നിങ്ങൾ ആ വരച്ച ആ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ വരയ്ക്കുന്ന ഒരു കാര്യങ്ങളുണ്ടല്ലോ, അതിനെ സായിപ്പ്മാർ വിളിക്കുന്ന പേരാണ് സ്ട്രക്ചറൽ മാപ്പിംഗ് അല്ലെങ്കിൽ സ്ട്രക്ചർ മാപ്പ് ചെയ്യുക. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ വെറുതെ ഐദർ ട്രേഡിംഗ് വ്യൂവിൽ ഇതുപോലെ പാത്ത് ടൂൾ എടുത്തിട്ട് ചെയ്യാം, സിമ്പിൾസ് ഒക്കെ വെച്ചിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ വെറുതെ നോട്ട് ബുക്കും പാൻ എടുത്തിട്ട് വരച്ച് പഠിക്കാം. ഓക്കെ, അത് റിയൽ സ്ട്രക്ചർ എന്താണെന്നുള്ളതൊന്ന് വരച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടുതൽ എക്സാമ്പിൾസും അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് കാണാം. നമുക്ക് ട്രേഡ് എടുക്കാൻ ആക്ച്വലി 1, 2, 3 ഇന്ന കാര്യങ്ങൾ വന്നാൽ നമുക്ക് 15 മിനിറ്റിലേക്ക് പോകാം. 15 മിനിറ്റിൽ ഇന്ന കാര്യങ്ങൾ കണ്ടാൽ നമുക്കൊരു ട്രിഗറിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇന്ന ട്രിഗർ കിട്ടിയാൽ നമുക്ക് ട്രേഡ് എടുക്കാം. അങ്ങനെ ഒരു ഫ്ലോ ചാർട്ട് മോഡൽ നമുക്കൊരു സ്ട്രാറ്റജി ആയിട്ട് പഠിക്കാം. ഓക്കെ അല്ലേ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ശരി, താങ്ക് യു.